ഏത് പ്രതിസന്ധിക്കിടയിലും 4 വരി എഴുതുന്ന കവി. 2, ഉദ്യോഗസ്ഥരെയും പാർട്ടി പ്രവർത്തകരെയും മുഖം നോക്കാതെ വേണ്ടി വന്നാൽ ശകാരിക്കുന്ന മന്ത്രി. പറയാനുള്ളത് തുറന്നു പറയുന്ന ശ്രീ ജി സുധാകരനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം. ഈ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി ജി സുധാകരൻ ആണ് എന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇതേ പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത്. പൊതുമരാമത്ത് വകുപ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന ഒരു പിക്ചർ ഒരു വെള്ളാനയുടേതാണ്. അതിലിരുന്ന് നല്ല പേര് കേൾപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ജോലിയും അല്ല. ഈ വകുപ്പിനെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു? എന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ? എങ്ങനെ മറികടന്നു? ഈ പൊതുമരാമത്ത് വകുപ്പും പിന്നെ എനിക്ക് കിട്ടിയ രജിസ്ട്രേഷൻ വകുപ്പും ഇത് രണ്ട് അഴിമതി വകുപ്പുകൾ എന്നാണ് പൊതുവെ ഒരു ധാരണ ഉണ്ടായിരുന്നത്. അത് പതിറ്റാണ്ടുകളായുള്ള ഒരു ധാരണയാണ്. ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പഞ്ചവടി പാലമൊക്കെ സിനിമയാക്കിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ സംഭവിക്കാൻ കാരണം രാഷ്ട്രീയ നേതൃത്വം എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും അഴിമതി നടത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതുകൊണ്ടുകൂടിയാണ്. ഒരു ഉദ്യോഗസ്ഥന് സ്വന്തമായി ഒരഴിമതി കാണിച്ചാൽ അതൊരു വ്യക്തിപരമായ അഴിമതിയെ കാണും. പക്ഷെ സംഘടിതമായ ഒരു വകുപ്പിനകത്ത് പണമിടപാടില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല എന്ന് വരണമെങ്കിൽ അതിനെ രാഷ്ട്രീയ നേതൃത്വം കണ്ണടയ്ക്കുന്നുവെന്നാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലുള്ളൊരു പ്രതിഭാസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പ് നമ്മുടെ പാർലമെൻറ്റിലൊരു റിപ്പോർട്ട് ചർച്ചയ്ക്ക് വന്നു, ഓറ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറയും. അത് വളരെ രാപകൽ പാർലമെൻറ്റ് കൂടി ചർച്ച ചെയ്താണ്. അത് തത്സമയ സംപ്രേഷണം ഉള്ളതുകൊണ്ട് ഞാനത് കാണുകയുണ്ടായി. ആ ഓറ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഒരു കറപ്റ്റ് നെക്സസ് ഇന്ത്യയിലെ വികസന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പിടിമുറുക്കിയിരിക്കുന്നു. ഒന്ന് കറപ്റ്റ് ബ്യൂറോക്രസിയാണ്, മറ്റൊന്ന് കറപ്റ്റ് പൊളിറ്റീഷ്യൻസാണ്. അത് കേരളത്തിൽ വളരെ ശരിയാണ്, ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നു, ഞങ്ങൾക്ക് അഴിമതി കാണിക്കാൻ താല്പര്യമില്ല, അഴിമതി കാണിക്കുകയില്ല എന്ന് പറയുകയും അഴിമതിക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യം. എൻ്റെ മാനിഫെസ്റ്റോയിൽ അതുണ്ട്. അത് ഓരോ വകുപ്പും അവരുടെ രീതി അനുസരിച്ച് അത് ചെയ്യാൻ ശ്രമിച്ചു. അഴിമതി കുറച്ച് ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള വലിയ ചരിത്രപരമായ അഴിമതിക്ക് ആഴമുള്ള ഒരു വകുപ്പായിട്ടുള്ള നമ്മുടെ PWDയിൽ നമ്മൾ ശക്തമായ നടപടികൾ ആദ്യം മുതൽ ഞങ്ങൾ തുടങ്ങി. ഇതേ വെള്ളാപ്പള്ളി നടേശൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഒരു പക്ഷേ കുറെ കൂടി ശോഭിക്കുമായിരുന്നത്, അല്ലെങ്കിൽ ജി സുധാകരനെ പോലെ ഒരു മന്ത്രി വേണ്ടിയിരുന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ ആണ് എന്നാണ്. അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയതായിരിക്കും. പക്ഷേ എനിക്ക് വിദ്യാഭ്യാസ വകുപ്പായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ശോഭിക്കാൻ കഴിയുമായിരുന്നു എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാരണം വിദ്യാഭ്യാസ വകുപ്പ് ഒരുപാട് പേർ കൈകാര്യം ചെയ്ത വകുപ്പാണ്. പഴയ വിദ്യാഭ്യാസ വകുപ്പല്ല ഇപ്പോൾ ജാതിമത സംബന്ധങ്ങളൊക്കെ വളരെ കൂടുതലാണിപ്പോൾ. ഏത് കാര്യം പറഞ്ഞാലും ജാതിമത അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണ്. വളരെ സങ്കീർണമായ സ്ഥിതിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമ്മുടെ രവീന്ദ്രനാഥ് ജനറൽ എഡ്യൂക്കേഷൻ നല്ല തരത്തിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹം ഇതിനൊക്കെ അതീതമായി വളരെ നല്ല ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോളേജുകളിലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ സങ്കീർണമാണ്. അപ്പോൾ ആ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നെങ്കിൽ PWD പ്രവർത്തിച്ചതിനേക്കാൾ കുറേ കൂടി മികച്ച പ്രവർത്തനം നടത്താമായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഏത് വകുപ്പ് ഏൽപ്പിച്ചാലും പ്രവർത്തിക്കും. ഈ നല്ല അഭിപ്രായം പറഞ്ഞ് അഴിമതിയില്ലാത്ത സ്വകാര്യ താല്പര്യങ്ങളില്ലാത്ത മന്ത്രി എന്ന് ജി സുധാകരനെ വിശേഷിപ്പിച്ച അതേ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ മേലിൽ ഇപ്പോൾ വരുന്ന ആരോപണങ്ങളുടെ കുന്തമന പിണറായി വിജയനിലേക്ക് തിരിച്ചു വിടരുത് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ വളരെ വിഷമത്തോടുകൂടിയും അതിനിശ്ചിതമായ ഒരു വിമർശനം ഉന്നയിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീലിനെതിരെ. അതിന് പ്രകോപനമായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനമാണ്. അദ്ദേഹം ജലീലിനെ കുറിച്ച് പറഞ്ഞത് സ്വന്തം സമുദായത്തിൻ്റെ താല്പര്യം മാത്രം നോക്കുന്ന മന്ത്രിയാണ്, എല്ലാ നിയമനങ്ങളും ആ വകുപ്പിൽ നടന്നത് ഒരു സമുദായത്തിൽ നിന്നും മാത്രമാണ് എന്നതടക്കമുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ അത് KT ജലീലിനെതിരെ മാത്രമല്ല സർക്കാരിനെതിരെ കൂടിയുള്ള വിമർശനമാണ്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അദ്ദേഹം നേരത്തെ വേറെ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു ആദ്യത്തെ 1-2 വർഷം. പിന്നെ അദ്ദേഹത്തെ ഈ വകുപ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ലല്ലോ, CPMൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്യാബിനറ്റിൻ്റെ അഭിപ്രായ പ്രകാരമാണ് പ്രവർത്തിക്കുക. ആ പ്രവർത്തനം അദ്ദേഹം നടത്തുന്നു. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന് ക്യാബിനറ്റ് ഏകണ്ഠമായിട്ടാണ് പാസ്സാക്കിയത്. അവിടെ വ്യത്യാസപ്പെട്ട അഭിപ്രായങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടന്ന് നമ്മളിപ്പോൾ ഒരു ചർച്ച ഓപ്പൺ ചെയ്യേണ്ട യാതൊരു കാര്യം. അതൊക്കെ സെറ്റിൽഡായിട്ട് പാർട്ടിയെ സംബന്ധിച്ചും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞു, അദ്ദേഹവും പറഞ്ഞു. അതാണ് അഭിപ്രായം. കുറേ കാലമായി
മുൻ സർക്കാരുകളുടെ കാലത്തും നടന്നിട്ടുള്ളത്. കേരള സർക്കാർ ഒരു പ്രത്യേക വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക്, MG സർവകലാശാല വരുമ്പോൾ നമ്മൾ കോട്ടയത്തേക്ക് നീങ്ങുന്നു, അത് കേരള കോൺഗ്രസിന്, കോഴിക്കോട് എത്തുമ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ നോമിനി. ഇങ്ങനെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ സാക്ഷരതയിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇങ്ങനെ ചില വീതം വയ്പ്പുകൾ കാലാകാലങ്ങളായി നടത്തിയത് ഇതിൽ വെള്ളം ചേർക്കാനിടയായിട്ടില്ലേ? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ടുള്ള കുതിപ്പിന് തടസ്സമായിട്ടുണ്ടെന്ന് കരുതുന്നില്ല? അത് UDFൻ്റെ കാലത്ത് മാത്രമേ അങ്ങനെ ഓരോ കക്ഷിക്ക് കൊടുക്കുക, ഓരോ വോട്ട് ബാങ്കിന് കൊടുക്കുക എന്നൊക്കെയുള്ള വന്നിട്ടുള്ളൂ. അപ്പോൾ ജാതി മതമൊക്കെ നോക്കുകയാണ്. ഇതിപ്പോൾ അതൊന്നും അല്ല. ഇത് ആലോചിക്കേണ്ടിടത്ത് ആലോചിക്കാതെ വരില്ലല്ലോ. ഇതൊന്നും അത് ക്യാബിനറ്റ് വന്ന് എല്ലാവരും യുനാനിമസായി അംഗീകരിച്ചു. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കതിൻ്റെ കൂടുതലായിട്ടുള്ള വൈസ് ചാൻസലറെ പറ്റി കൂടുതലായ ഡീറ്റെയിൽസൊക്കെ പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ക്യാബിനറ്റിൽ വന്നു, തീരുമാനിച്ചു, അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ട്, അത് മാത്രമേ പറയാൻ പറ്റൂ. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രസ്ഥാനവും ക്യാബിനറ്റും തീരുമാനിച്ചു. അദ്ദേഹത്തിന് അക്കാഡമിക് യോഗ്യതകളുണ്ട്, ഇതുകൊണ്ട് അത് സ്വീകാര്യം അംഗീകരിച്ച് അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒരു വിവാദത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ തന്നെ പറഞ്ഞ ഈ രാഷ്ട്രീയ വിമർശനമുണ്ടായത് ഇപ്പോൾ നിയമസഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഒരു കട ഉദ്ഘാടനത്തിന് പോകുന്നു. അത് വിളിച്ചുകൊണ്ട് പോയത് പിന്നീട് സ്വർണ്ണക്കടത്തിൽ പ്രതിയായ സ്വപ്ന, കടയുടമ സന്ദീപ് നായർ എന്ന് പറയുന്ന ഒരു പ്രതി. പിന്നാലെ ഈ ഖുറാൻ വിതരണവുമായി ബന്ധപ്പെട്ട് KT ജലീൽ തന്നെ ചില വാട്സപ്പ് സന്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നു. പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, NIA ഇങ്ങനെ ചോദ്യം ചെയ്യലുകളുടെ ഒരു ഘോഷയാത്ര തന്നെ നടന്നു. മൊത്തത്തിൽ മന്ത്രിസഭയുടെ പ്രതിച്ഛായക്ക് ഇത് കോട്ടം തട്ടിയിട്ടില്ല? ഇതുകൊണ്ട് മന്ത്രിസഭയുടെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടും എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത്. പക്ഷേ ഉദ്ദേശിച്ച പോലെ കോട്ടം തട്ടത്തില്ല. കാരണം ഇതെല്ലാം ഇങ്ങനെ ഒരു കള്ളക്കടത്തുകാരിയാണെന്നും അറിഞ്ഞുകൊണ്ടൊന്നും ആരും ഇടപെടത്തില്ല. ഇനിയിപ്പോൾ അവരോട് ആരും ഇടപെടത്തില്ല. ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ. അതേപ്പറ്റിയൊക്കെ ജലീൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അത് അംഗീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഈ കാര്യത്തെപ്പറ്റി ഇങ്ങനെ കൂടെ ചർച്ച ചെയ്ത് ഗവൺമെൻറ് ദോഷം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏതെങ്കിലും പോയിന്റ് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ അടുത്ത സമീപനത്തിൽ ഉറച്ചു നിൽക്കണം, അത്രയേ ഉള്ളൂ. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സർവാധിപതിയായിരുന്നു ശ്രീ ശിവശങ്കർ. അദ്ദേഹത്തെ വല്ലാതെ വിശ്വസിച്ച് അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ നൽകി. കോവിഡിൻ്റെ തുടക്കകാലം വരെ ഉണ്ടായിരുന്ന ഒരു പ്രതിച്ഛായയും ഒരു ഇമേജും ഒക്കെ ഉണ്ട്. അതിന് കോട്ടം തട്ടുന്നതിന് ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ നടപടികളും അയാൾക്ക് കൊടുത്ത സ്വാതന്ത്ര്യവും ഇടയാക്കിയില്ല. ഈ ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സർവാധിപതിയാണെന്നൊക്കെ പറയുന്നത് കെട്ടുകഥയാണ്. സഖാവ് പിണറായി വിജയനുള്ളൊരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആർക്കും സർവാധിപതിയാകാൻ സാധ്യമല്ല. എനിക്ക് ഏറ്റവും അടുത്ത പരിചയം 30 വർഷത്തെയാണ്. അതായത് 1990 മുതൽ ഏറ്റവും അടുത്ത പരിചയം. അതിനും പറയാം, 69 അറിയാം. ഞാൻ കേരള വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായി അതിൻ്റെ ലാസ്റ്റ് കോൺഫറൻസ് തലശ്ശേരിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അന്ന് ബഹുമാനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. അന്ന് ഒഴിയുകയാണ്. വൈക്കം മിഷൻ ജനറൽ സെക്രട്ടറിയാണ്. അവരൊഴിയുകയാണ്. ഞാൻ SM കോളേജിൽ നിന്നാണ് വരുന്നത്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുകയാണ്. ഇത് KSFൻ്റെ അവസാന സമ്മേളനം, SFIയുടെ തുടക്കവും നേരിട്ട് കാണുന്ന അന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരിവിടെ എല്ലാം കേട്ടിട്ടുണ്ട്, തിരുവിതാംകൂറിൽ. പക്ഷെ അദ്ദേഹം ഇവിടെ ഈ ഭാഗത്തൊക്കെ വന്നിട്ടില്ല. അന്നാണ് അദ്ദേഹത്തെ ഞങ്ങൾ സംസാരിച്ചൊന്നുമില്ലെന്ന് ഞാൻ പറയുകയാണ്. അന്ന് ഞാൻ കൊടിയേരയുടെ വീട്ടിൽ പോയി. കൊടിയേരയുടെ വീട്ടിൽ അന്ന് ഞാൻ പോയി. അവിടെ നടന്ന് ഒരു കല്ല് വെട്ടാൻകുഴി പോലുള്ളൊരു റോഡിൽ കൂടെ ഒക്കെ വേണം പോകാൻ. ഇപ്പോൾ ആ റോഡ് കുറച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ അന്നാണ് കാണുന്നത്. പക്ഷെ അന്നൊന്നും പിന്നെ വലിയ അടുപ്പമില്ല. പക്ഷേ കഴിഞ്ഞ 30 വർഷമായിട്ട് ഏറ്റവും അടുപ്പമാണ്. പാർട്ടി സെക്രട്ടറിയായി, ഇപ്പോൾ മുഖ്യമന്ത്രിയായി, പല നിലവാരത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ആധിപത്യമൊന്നും സ്ഥാപിക്കാൻ ഒരു കുഴപ്പക്കാരന് സാധ്യമല്ല. പക്ഷേ ശിവശങ്കരനെ വിശ്വസിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഗവൺമെൻറ് വിശ്വസിച്ചു. ബഹുമാനായ പിണറായി വിജയൻ വ്യക്തിപരമായിട്ട് മാത്രം ഗവൺമെൻറ് വിശ്വസിച്ചില്ലേ? അയാൾ IT സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അയാൾ എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് റോഡ് കട്ടിങ്ങിനൊക്കെ വരും. പല കാര്യങ്ങളും അയാളോട് ഞാൻ ചോദിച്ചിട്ടില്ല. റോഡ് കട്ടിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ PWക്ക് ദോഷകരമായ കാര്യങ്ങളുമായിട്ട് റോഡ് വേഗം കേടായി പോകും. അത് ഞങ്ങളാരും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എതിർത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളാണുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു വിശ്വാസവഞ്ചന ചെയ്തു. ഞാനാണ് വഞ്ചകൻ ആദ്യം പിടിച്ചത്. കാരണം ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിശ്വസ്തയോട് പ്രവർത്തിക്കേണ്ട ആളല്ലേ. അയാൾ വഞ്ചിച്ചു. അയാൾ പോയതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ദുർഗന്ധം മാറിയെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ രമേശ് ചെന്നിത്തല വേറെ പറഞ്ഞു, മറ്റത് പറഞ്ഞു, കാട്ടും എല്ലാം ശരി. ഞാനവിടെ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മേൽ ആധിപത്യമൊന്നും പുലർത്തില്ല. എന്നാൽ വിശ്വസിച്ചയാൾ ആ സ്ഥാനത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആ ചെയ്തത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെ
ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തത്. ഇതേ കാര്യത്തിൽ ഇതേ അഭിമുഖ പരിപാടിയിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ കാര്യം അമലപ്പെടുത്തിയിരുന്നു. ഏപ്രിലിൽ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചിട്ട് ശിവശങ്കറിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടു. ഒന്ന്, സ്പ്രിംഗ്ലർ വിവാദം ഉണ്ടായതിന് പിന്നാലെയായിരുന്നു ഇത്. അന്നത് ചെവിക്കൊണ്ടിരുന്നുവെങ്കിൽ ഇത്രയും വഷളാകുമായിരുന്നു കാര്യങ്ങൾ. അല്ല, അന്നത് ചെവിക്കൊണ്ടിരുന്നു എന്നുള്ളതല്ല, അത് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ അത് ചെയ്തു എന്നുള്ളതാണ്. ആ കാര്യങ്ങളെല്ലാം തിരുത്തിയല്ലോ. പിന്നെ ഞങ്ങൾ കൃത്യമായി തിരുത്തിയല്ലോ. എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടപ്പോൾ പൂർണ്ണമായിട്ട് ബോധ്യപ്പെടണം. അന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞതൊന്നും എനിക്കറിയില്ല. അദ്ദേഹം നടത്തിയ കോൺഫിഡൻഷ്യൽ ഡിസ്കഷനാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞതായിരിക്കാം. കത്ത് നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ, അതൊക്കെ ശരിയായിരിക്കും. അദ്ദേഹം കള്ളം പറയേണ്ട കാര്യമില്ല. അതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിലുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ നേതാവുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടിയല്ലേ നടത്തിയിട്ടുള്ള ചർച്ചയായിരിക്കാം. അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണും. അന്നേരം എസ് മൂളിയോ എന്നുള്ളതല്ല, അതെല്ലാം പിണറായി സാഹിബ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രി കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കും. ചിലതല്ല ഏത് സമയത്താണോ അത് ബോധ്യപ്പെടുന്ന ആ സമയത്ത് അത് അദ്ദേഹം പോസിറ്റീവായിട്ട് ചെയ്യും. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. അതുകൊണ്ട് അന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ആത്യന്തികമായി ഇപ്പോൾ അതെല്ലാം തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ED സമർപ്പിച്ചൊരു കുറ്റപത്രത്തിൽ പറയുന്നത്, സ്വപ്ന സുരേഷിൻ്റെ മൊഴിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, മുഖ്യമന്ത്രിയെ 6 തവണ കണ്ടിട്ടുണ്ട് ശിവശങ്കറിനോടൊപ്പം. ഈ നിയമനം, സ്പേസ് പാർക്കിലെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നു. വിദേശത്ത് മുഖ്യമന്ത്രി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സ്വപ്നയ്ക്കെതിരെ ക്രൈംബ്രാഞ്ചിൽ ഒരു കേസുണ്ട്. ഇവിടെ ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു, വ്യാജരേഖ ചമച്ചതിനുമൊക്കെ. അപ്പോൾ ഇൻ്റലിജൻസ് സംവിധാനം എന്തുകൊണ്ട് കണ്ടില്ല? ഇങ്ങനെയൊരു കേസിലെ പ്രതിയാണ്, ഇങ്ങനെ ചില വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് ഇങ്ങനെ സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വസതിയോ എവിടെയാണെന്ന് വെച്ചാൽ കയറി എന്നൊരു മുന്നറിയിപ്പ് നൽകാൻ സാധിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? എനിക്കതേപ്പറ്റി അറിയില്ല. കാരണം ഇൻ്റലിജൻസ് സംവിധാനത്തിൽ ഞാൻ ഒരു കാലത്തും ഇടപെട്ടിട്ടില്ല. എനിക്കതേപ്പറ്റി ഒരു അറിവില്ല, ഞാൻ അന്വേഷിക്കാറുമില്ല. അത് വേറൊരു പ്രശ്നം. പക്ഷേ അവർ വന്നു പലതവണയും കോൺസുലേറ്റ് ജനറലിൻ്റെ കൂടെ വന്നിരുന്നു എന്ന് അടുത്ത കാലത്ത് CM പറഞ്ഞല്ലോ. കാരണം അവരുടെ സെക്രട്ടറിയായിട്ടാണ് വരിക. ശിവശങ്കരൻ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. അവരല്ലാതെ വേറെ ആരുമല്ല. അതിന് പ്രോട്ടോക്കോൾ അനുസരിച്ച് വന്നതാണ്. അദ്ദേഹം പറഞ്ഞല്ലോ. CPMൻ്റെ പാലക്കാട് പ്ലീനത്തിൽ എടുത്തൊരു നിലപാടുണ്ട്. പാർട്ടി അംഗങ്ങൾ മാത്രമല്ല കുടുംബാംഗങ്ങളും സംശയത്തിനും വിവാദത്തിനും ഒക്കെ അതീതരായിരിക്കണം. ചില പെരുമാറ്റച്ചട്ടങ്ങൾ വരെ കൊണ്ടുവന്നു, എങ്ങനെ പെരുമാറണം എന്നുള്ളതടക്കം. പക്ഷേ ഈ അടുത്ത കാലത്ത് പാർട്ടി സെക്രട്ടറിയുടെ മക്കൾക്കെതിരെ ആരോപണം വരുന്നു, പരാതി വരുന്നു, ചിലത് കേസാകുന്നു. ഇപ്പോൾ NCB ലഹരി മരുന്ന് കേസിൽ വരെ ചോദ്യം ചെയ്യപ്പെടുന്നു. മറ്റൊരു മന്ത്രിയുടെ മകനെതിരെ ആരോപണം വരുന്നു. അപ്പോൾ ഇക്കാര്യത്തിലൊരു സുതാര്യതക്കുറവ്, ഒരു ജാഗ്രതക്കുറവൊക്കെ വന്നിട്ടില്ല. നമുക്കത് പൂർണ്ണമായി കണ്ണടച്ച് അങ്ങ് തള്ളിക്കളയാനാവും. അതല്ല, ഒരു പാർട്ടി നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ കുടുംബാംഗങ്ങൾക്കാർക്കെങ്കിലും ജാഗ്രതക്കുറവ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഇടപാടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ആ ജാഗ്രത പാലിക്കേണ്ടത് ആ മക്കളാണ്, അല്ലെങ്കിൽ ആ ബന്ധുക്കളാണ്. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വേറൊരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ അവർക്ക് അതിനകത്തിൽ ആ സമയത്ത് ജാഗ്രതയൊന്നും പാലിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു നിലപാടി അങ്ങനെ എടുത്തു, കോടിയേരി എടുത്തു. പാർട്ടി വേറെ, ഇത് വേറെ. ഇതിൻ്റെ യാതൊരു സംരക്ഷണവും, പാർട്ടിയുടെ യാതൊരു സംരക്ഷണവും ഇതിന് കിട്ടില്ല. ഒരു സംരക്ഷണവും കൊടുത്തിട്ടുമില്ല. കോടിയേരിയുടെ മക്കളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുമില്ല. അതെല്ലാം അന്വേഷണം നടക്കുകയല്ലേ. അന്വേഷണ ഏജൻസികൾ തീരുമാനിക്കട്ടെ. അതൊക്കെ ഓപ്പണായിട്ടല്ലേ. ഇതിപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം സജീവമായി നിൽക്കും, അല്ലെങ്കിൽ നിർത്താൻ രാഷ്ട്രീയമായ ശ്രമം ഉണ്ടാകും. ഇതുണ്ട്. പിന്നെ ഈ ലാവ്ലിൻ കേസ് സംബന്ധിച്ച ചർച്ചയും വിവാദങ്ങളും സുപ്രീം കോടതി കൃത്യമായ ഒരു തീരുമാനം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവും. ഇതൊക്കെ തിരിച്ചടിയാകും എന്ന് തോന്നുന്നുണ്ട് പിണറായി വിജയനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ. ഇല്ല, ലാവ്ലിൻ കേസ് ഒരു ചത്ത കുതിരയാണ്. അത് തീർന്നു. കാരണം അദ്ദേഹത്തെ കുറ്റമുക്തനായി പൂർണ്ണമായിട്ടും. ആ കേസ് തന്നെ സ്ക്വാഷ് ചെയ്ത് കളയാനാണ് ശ്രമിച്ചത് കോടതി. കേസ് ചെയ്ത് കളഞ്ഞു. അതിൽ 1% പോലും പിണറായി വിജയൻ്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള തെറ്റുമില്ലെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. ഞാനത് സ്റ്റഡി ചെയ്തിരുന്നു. ആ കാലത്ത് അങ്ങ് വളരെ വിശദമായി ലേഖനം എഴുതി. ഞാനത് സ്റ്റഡി ചെയ്തിരുന്നു അന്നും ഇന്നും. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരഴിമതി ഉണ്ടായതായിട്ട് യാതൊരു തരത്തിലുള്ള സംശയവും ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ഇത് രാഷ്ട്രീയമായ സമീപനത്തിലാണ് ഉണ്ടായത്. അതിന് CBI കൊണ്ടുപോയി അപ്പീൽ കൊടുത്തു. അപ്പീൽ പിണറായി വിജയൻ ബഹുമാനോടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും വക്കീലിനെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ CBI തന്നെ പറയുകയാണ് കുറച്ച് മാറ്റിത്തരണം, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ യാതൊരു ആശങ്കയില്ല ആ കേസിനെ സംബന്ധിച്ച്. പിന്നെ മറ്റു കാര്യങ്ങൾ, ഇതൊരു പ്രചരണമാണ്. ഈ പ്രചരണത്തിൻ്റെ സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടെന്ന് ഇതുവരെ CBIക്കോ അല്ലെങ്കിൽ പിന്നെ ഈ കസ്റ്റംസുകാർക്കോ പിന്നെ മറ്റേ NIA തീവ്രവാദം അന്വേഷിക്കുന്നു അവർക്കൊന്നും തെളിയിക്കാൻ പറ്റിയില്ല.
അവരെത്രയോ കാലമായി 3 മാസം അന്വേഷിക്കുകയാണ്, എല്ലാവരും ചോദ്യം ചെയ്യുകയാണ്. കുരുക്ക് മുറുകി എന്ന് എല്ലാ ദിവസവും പറയുക. അപ്പോൾ ഇത് മലയാളികൾ മടുത്തു, ഇത് യഥാർത്ഥത്തിൽ ഇത് മടുത്തു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് എന്തോ ഒരു ഇടിവുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെ മുൻനിർത്തി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും. അത് ഞങ്ങളുടെ പാർട്ടിയിലാരും ചർച്ച ചെയ്തിട്ടില്ല, ഞങ്ങളുടെ പാർട്ടിയിലാരും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഒരുപക്ഷെ ലോകമെമ്പാടും ഉള്ള ക്യാപിറ്റൽ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ധനസ്ഥാപനങ്ങളുടെ, അത് IMF ആയിക്കോട്ടെ, ADB ആയിക്കോട്ടെ, ലോകബാങ്ക് ആയിക്കോട്ടെ, അവരുടെ ഒരു ബിസിനസ് മോഡലിൻ്റെ രണ്ടാമത്തെ ആം എന്ന് പറയുന്നതാണ് കൺസൾട്ടൻസി. ഈ കൺസൾട്ടൻസിക്ക് ബിസിനസ് കൊടുക്കൂ, ഞങ്ങൾ വായ്പ തരാം. അതിൽ വല്ലാതെ പെട്ടുപോയോ ഈ സർക്കാർ? ഇല്ല. പണ്ട് എതിർത്തിരുന്ന പല സംവിധാനങ്ങളെയും സ്വീകരിക്കേണ്ടി വന്നു. ഇല്ല, ഞങ്ങൾ വല്ലാതെ പെട്ടു. കൺസൾട്ടൻസി രാജ് എന്നുള്ള വിമർശനം ഇല്ല, അതൊക്കെ വെറുതെയാണ്. അതൊക്കെ വെറുതെയാണ്. കാരണം ചില സ്കീമിൽ കൺസൾട്ടൻസി ഉണ്ട്. ഇപ്പോൾ PW റോഡിലൊന്നും കൺസൾട്ടൻസി ഇല്ല. ഏകദേശം ഒരു 30,000, 35,000, 5,000 നാഷണൽ ഹൈവേ, 40,000 റോഡുകൾ. PW സ്റ്റേറ്റ് ഹൈവേ, ഡിസ്ട്രിക്ട് റോഡ്സ് ആൻഡ് നാഷണൽ ഹൈവേ. PW നോക്കുന്നുണ്ടല്ലോ. ഇതിൽ വേൾഡ് ബാങ്കിൻ്റെ എയ്ഡുള്ളിടത്തല്ലാതെ ഒരു കൺസൾട്ടൻസി ഇല്ല. വിദ്യാഭ്യാസ വകുപ്പിൽ എവിടെയാണ് കൺസൾട്ടൻസി? സാധാരണയുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ എവിടെയാണ് കൺസൾട്ടൻസി? പക്ഷേ PWക്കകത്ത് തന്നെയുള്ള ഞങ്ങളുടെ KSTP, ആ KSTP വേൾഡ് ബാങ്ക് എയ്ഡഡാണ്. അവിടെ കൺസൾട്ടൻസി വെച്ചേ പറ്റൂ. കൺസൾട്ടന്റ് നിയമിക്കുന്ന അവരാണ്, ഞങ്ങളല്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ കൊണ്ട് നടത്തിച്ചു. അതുപോലൊരു ബൈപ്പാസ് അങ്ങയുടെ നാട്ടിലൂടെ കുറെ നാളായി നടക്കുന്നു. ഇപ്പൊ അതിന്റെ ഉദ്ഘാടനം ആകാറായി എന്ന് പറയുന്നു. പക്ഷേ ഈ ആലപ്പുഴ ബൈപ്പാസ്, അങ്ങ് പറഞ്ഞല്ലോ, ആലപ്പുഴ ബൈപ്പാസ് കുറെ നാൾ ഈ പുതിയ തേങ്ങയെ പോലെ കിടന്നെന്തോ. കഴിഞ്ഞ UDF ഗവൺമെന്റിൽ അവിടെ നമ്മുടെ KC വേണുഗോപാൽ MP ആയിരുന്നപ്പോൾ ആ വർക്ക് തുടങ്ങി. 2014 തുടങ്ങി. ഭൂമിക്കടിയിലോട്ടുള്ള എല്ലാം ചെയ്തു, മേളോട്ടൊന്നുമില്ല. ഭൂമിക്കടി ഒത്തിരി ജോലി ചെയ്യേണ്ടതുണ്ട്. എന്നുവെച്ചാൽ അത് ആകെയുള്ള വർക്കിൻ്റെ 15%. ബാക്കി 85%ത്തിൽ 83% പൂർത്തിയായിരിക്കുക. 2% ഉള്ളൂ. ആ ബാസ്റ്റിക് അസ്ഫാൾട്ട് വിരിക്കുക. ഇപ്പോൾ മഴയത്ത് അത് ചെയ്യാൻ പറ്റില്ല, മഴയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നു. അത് കഴിഞ്ഞാൽ BC അങ്ങ് ചെയ്താൽ മതി, ബിറ്റുമിൻ കോൺക്രീറ്റ് അങ്ങ് ചെയ്താൽ മതി. അതൊക്കെ ഒരു 6 കിലോമീറ്റർ ചെയ്യാൻ അവർക്കാകെ 2 ദിവസം മതി. താഴെയുള്ള ജംഗ്ഷൻ ഡെവലപ്പ്, കൊമ്മാടി കള്ളക്കോട് ജംഗ്ഷൻ എല്ലാം നടത്തി വളരെ വേഗത്തിൽ കിടക്കാണ്. മഴയില്ലായിരുന്നെങ്കിൽ ഒക്ടോബർ 31 കമ്മീഷൻ ചെയ്യായിരുന്നു. മഴയുള്ളതുകൊണ്ട് പിന്നെ 3 ആഴ്ച മാറും. എന്തായാലും ഈ ഗവൺമെൻറ് കാലത്ത് തീരും. ഇപ്പോൾ ഗഡ്കരിജി അന്ന് അനൗൺസ് ചെയ്തത് ഡിസംബറിലെന്നാണ്. അതിനു മുമ്പ് തീരാനാണ് സാധ്യത. പക്ഷേ ഇലക്ഷൻ ആവും അതിനിടയ്ക്ക്. അപ്പോൾ അതായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഏതായാലും വലിയൊരു സംഭവമാണ്. എനിക്കത് വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ മണ്ഡലത്തിലായത്, എൻ്റെ ജില്ലയിലാണ്. എനിക്കതിന് അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇതിനെല്ലാ അവസരങ്ങളും UDF ഉണ്ടായിരുന്നല്ലോ. കേന്ദ്രത്തിലും അവർ, സംസ്ഥാനത്തും അവരത് ഗൗരവമായിട്ട് എടുത്തില്ല. പക്ഷേ അവർ തുടങ്ങി വെച്ചു എന്നുള്ള ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ 15% അവർ ചെയ്തു, അത്രയേ ഉള്ളൂ. പക്ഷേ 15% ചെയ്ത് എത്ര വർഷം കൊണ്ടാണ്? വെറും 4 വർഷം കൊണ്ടാണ് ഞങ്ങൾ 83%. അതാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ. അതിൽ പിണറായി വിജയൻ വലിയൊരു നിലപാട് ഡൽഹി പോകുമ്പോഴൊക്കെ ചർച്ച ചെയ്യുക. എല്ലാ കാര്യത്തിലും PWയുടെ ആയാലും മറ്റു വകുപ്പിലെ ആയാലും ഡൽഹിയിൽ നിന്ന് അനുവാദം വേണ്ട എല്ലാ കാര്യത്തിനും. അദ്ദേഹം പ്രൈം മിനിസ്റ്ററെ കാണും, ഇപ്പോൾ ഗഡ്കരിജിയെ കാണും, ബന്ധപ്പെട്ട മന്ത്രിമാരെ കാണും. ഒരിക്കൽ അത് എന്നെയും കൊണ്ട് പ്രൈം മിനിസ്റ്ററെയും ഗഡ്കരിജിയെയും പോയി കണ്ടു. ഞങ്ങൾ കണ്ട് സംസാരിച്ചു, പറയാണ്, മനസ്സിലായില്ല. അപ്പോൾ ഈ മോഡിജിയുടെ ഒരു നിരീക്ഷണ പാഠം ഞാൻ ശ്രദ്ധിച്ചു. പണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനും അദ്ദേഹവും മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ഈ പേന താഴെ പോയി. ഞാനങ്ങ് നടന്നുപോയി. സുധാകർജി പെൻ, സുധാകർജി പെൻ. ഞാൻ തിരിഞ്ഞോണ്ട് പേന അവിടെ കിടക്കുക. ഞാനൊരു താങ്ക്സ് സുഖം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണ പാഠവും ഞാൻ പറയുകയാണ്, മനസ്സിലായില്ലേ? നിരീക്ഷണ പാഠവും എല്ലാം നല്ലതിനാണോ മോശത്തിനാണോ എന്നൊക്കെ വേറെ കാര്യം. പക്ഷേ നിരീക്ഷണ പാഠവും ഞാൻ ശ്രദ്ധിച്ചു. അത് പറയണമല്ലോ, നമ്മുടെ ശ്രദ്ധയപ്പെട്ടൊരു കാര്യം പറയണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് വേണം. മുഖ്യമന്ത്രിയുടെ മുൻകൈ വളരെ പ്രധാനമാണ്. അങ്ങനെ വികസനത്തിൻ്റെ ഒരു പുതിയ ചക്രവാളം മുമ്പ് ആർക്കും തുറക്കാൻ കഴിയാതിരുന്നത് ബഹുമാനായ പിണറായി വിജയൻ തുറന്നു. അതൊരു മഹത്തായ വികസന ചക്രവാളമാണത്. ഭാവിയിലേക്ക് വികസിക്കുന്നതാണെന്നുള്ളതാണ് പ്രാധാന്യം. ഈ ചെലവ് ആര് വഹിക്കും? ഇപ്പോൾ 2 സംഗതികളുണ്ട്. ഒന്ന്, സർക്കാരിൻ്റെ പണമാണ് വീണ്ടും പോകുന്നത്, അതായത് ജനങ്ങളുടെ പണം. ഈ ചെലവിന് ഉത്തരവാദികളായവർ വഹിക്കണ്ടേ? അതിന് നടപടി ഉണ്ടാകണ്ടേ? 2, TO സൂരജിൻ്റെ അടക്കം മൊഴികളുണ്ട്, തെളിവുകളുണ്ട്. പക്ഷേ ഇതുവരെ VK ഇബ്രാഹിം കുഞ്ഞിനെ പ്രതി ചേർത്തിട്ട് പോലുമില്ല. ഇതും ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങി തീരുമോ ഈ കേസ്? അല്ല, അങ്ങനല്ല. ഇതിൻ്റെ ചെലവ് ഇപ്പോൾ നമ്മളൊന്നും വഹിക്കുന്നില്ല.
ഈ ശ്രീധരൻ പിന്നെ ഇൻ്റർനാഷണലി ഫേമസ് എഞ്ചിനീയറാണല്ലോ, അദ്ദേഹത്തിന് ഒരു ഈക്വൽ ഇല്ല. അപ്പോൾ അദ്ദേഹത്തെ ഈഗോയിസ്റ്റ് ആണെന്നൊക്കെ സുപ്രീം കോടതി എഴുതി കൊടുത്തു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് വിരോധമായി. ഈ കോൺട്രാക്ടർമാരുടെ വക്കീലേ അവിടെ എഴുതി കൊടുത്തു. അതൊന്നും ആരും അംഗീകരിക്കുന്നതല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് പൈസ വേണ്ട. അതിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കുറേ പദ്ധതികൾ എറണാകുളം ജില്ലയിലും കോഴിക്കോട്ടും അടക്കം നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കുറച്ച് പൈസ ഉണ്ട്. ഇതിപ്പോൾ 21 കോടിയാണ് വേണ്ടത്. ഇപ്പോൾ ഇത് ഫൈനലായിട്ട് വന്ന് 21 crores. അദ്ദേഹം എടുത്തോളാം, ഇപ്പോൾ പൈസ വേണ്ട. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ചിലവ് കോൺട്രാക്റ്റ് തന്നെയാണ് വഹിക്കുന്നത്. അങ്ങനെ തന്നെ ഗവൺമെൻറ് പ്രൊസീഡ് ചെയ്തേക്കുന്നത്. കോൺട്രാക്റ്റ് ഈടാക്കുക തന്നെ ചെയ്യും. അത് അവരോട് എഗ്രിമെൻ്റ് അതാണ്. അവർ ചിലപ്പോൾ ലിറ്റിഗേഷനൊക്കെ പോകും. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതിന് അവർക്ക് വലിയ പിന്തുണയൊന്നും ഇനി കോടതിയിൽ നിന്ന് കിട്ടാൻ പോണില്ല. ഈ കിറ്റ്കോയും കോൺട്രാക്ടറും ഒക്കെ പറയുന്നത്, ഇപ്പോഴും പറയുന്നത് സിമെന്റിന്റെയും കമ്പിയുടെയും ഒന്നും കുറവൊന്നും ഉണ്ടായിരുന്നില്ല, സാങ്കേതിക പിഴവ് മാത്രമാണ് സംഭവിച്ചതെന്നാണ്. കിറ്റ്കോ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് കമ്പനിയാണ്. അവിടെ സ്വന്തമായിട്ടൊന്നുമില്ല, വാങ്ങിച്ച് മറിച്ചു കൊടുക്കുകയാണ് അവർ. ഇതൊരു ഡിസൈൻ അവരാണ് തയ്യാറാക്കുക. അതിനാണ് പശു പറ്റിയത്. ഇത്ര ചങ്കൂറ്റം മനസ്സിലായോ ഉണ്ടാവാൻ പാടില്ല. തെറ്റാണെന്ന് ബോധ്യമായി. ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി റിപ്പോർട്ടൊന്നും അംഗീകരിക്കില്ലല്ലേ കിറ്റ്കോ? എന്തിനായി കിറ്റ്കോ ഇരിക്കുന്നത്? അവിടെ ഒന്നും അംഗീകരിക്കത്തില്ല. ശ്രീധരനെ അംഗീകരിക്കില്ലല്ലേ? അപ്പോൾ എന്താ കിറ്റ്കോയുടെ അഴിമതി? അങ്ങ് മുങ്ങി കുളിച്ചൊരു ഓർഗനൈസേഷനാണ് അതിൻ്റെ അർത്ഥം ഈ കിറ്റ്കോ. എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കിറ്റ്കോയൊന്നും PWDയിലെ ഒന്നും ഞങ്ങൾ കയറ്റില്ല, ഇത്തരം കമ്പനികളെ ഒന്നും കയറ്റില്ല. അഹങ്കാരം കൊണ്ട് പറയുകയാണ്. കാരണം അഹങ്കാരം കുറച്ചുണ്ട്. പക്ഷേ എറണാകുളം ബേസ്ഡായി ഒരു പ്രൊഫഷണൽ മാഫിയ ഉണ്ട് അവിടെ. അവർ പ്രൊഫഷണൽ മാഫിയാണ്. കുറച്ച് എഞ്ചിനീയേഴ്സൊക്കെ ഉണ്ട് അതിനകത്ത്. റിട്ടയർഡ് എഞ്ചിനീയർമാരെ, അതുപോലെ കോൺട്രാക്ടർമാരെ, എഞ്ചിനീയർമാരെ, അവരെല്ലാം കൂടെ ചേർന്നിട്ട് പ്രസ്താവന കൊടുക്കുക, കുറച്ച് മാധ്യമങ്ങളെ അവിടെ നടക്കുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ മെയിൻ ചെയ്യുന്നില്ല. അവിടെ എന്ത് ഗവൺമെൻറ് നിർമ്മിച്ചാലും കുഴപ്പമെന്ന് പറയും. എന്ത് നിർമ്മിച്ചാലും അതൊക്കെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഗവൺമെൻറ് ഒരു പരിധി കഴിഞ്ഞൊന്നും ആരുടെയും പുറകെ പോകുന്നില്ല. അതൊക്കെ അവിടെ പറഞ്ഞോളൂ. ഇപ്പോൾ അവിടെ വലിയ 2 പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാറായില്ല. വൈറ്റിലെയും കൊണ്ടുവരും. ചെറിയ കാര്യമാണ്. പാലാരിവട്ടം 3 പാലമാണ് നിർമ്മിക്കുന്നത്. ഒരു വലതുപക്ഷ ഗവൺമെൻറ് ഒരിക്കലും വന്നിട്ടുണ്ട്. വലതുപക്ഷ ഗവൺമെൻറ് കാലത്താണെങ്കിൽ സങ്കല്പിക്കുക എന്തായിരുന്നല്ലേ മാധ്യമങ്ങളുടെ വാർത്ത. PWD മന്ത്രിയെ സ്വർഗം പണിയെന്ന് പറഞ്ഞ് വിളിക്കത്തില്ലേ? എന്തെങ്കിലും ഒരു അഭിനന്ദനം, നല്ല 2 വരി വാക്ക്, ഇത്രയൊക്കെ വർക്ക് ചെയ്തിട്ടൂടെ? ഞാനാരുടെ അഭിനന്ദനത്തിന് വേണ്ടിയല്ല, എന്നാലും ഞാൻ അഴിമതിക്കാരനാണെന്ന് അവരും പറയത്തില്ല. എനിക്ക് അത് മതി. ഇതിപ്പോൾ G. സുധാകരൻ അനുഭവിക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ അടുത്തവണ മരാമത്ത് മന്ത്രി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആവാൻ സാധ്യതയില്ല. ഞാൻ പറയാണ്, ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അതാണ് അടുത്തവണ അദ്ദേഹം മുഖ്യമന്ത്രിയാവും. എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ മന്ത്രിസഭ കാണണമെന്നല്ല, അദ്ദേഹം ഉണ്ടാവും. ഈ എറണാകുളം ജില്ലയിലെ എറണാകുളത്തെ പല ഭാഗത്ത് CPM-ഉം CPI-യും ഒക്കെ തുടർ സമരം തന്നെ നടത്തിയാണ് ഈ പാലാരിവട്ടം പാലത്തിൽ അഴിമതിയെ ചൊല്ലി. പക്ഷേ ഇതൊന്നും മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിലേക്ക് എത്തുന്നുമില്ല. ഈ ഇപ്പോഴത്തെ മന്ത്രിക്ക് മുൻ മന്ത്രിയോട് എന്തെങ്കിലും സോഫ്റ്റ് കോൺട്രോൾ ഉണ്ടോ? പ്രത്യേകിച്ച് ആരും സോഫ്റ്റ് കോർണറിന് പ്രത്യേക വിരോധമില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന വലിയൊരു അഴിമതി, അദ്ദേഹത്തിൻ്റെ പേഴ്സണലായി ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ട്. അതിന് തെളിവെല്ലാം ഞങ്ങളല്ലേ കൊടുത്തത്. എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആരെയും പേഴ്സണലായി വേട്ടയാടാറില്ല. ഇന്നാരെ പ്രതിയാക്കണമെന്ന് പറയാൻ നിയമം പഠിച്ച് എനിക്ക് പറ്റില്ല. ഞാനല്ലേ ഒരേ സമയത്ത് ഞാൻ 3 ഒപ്പുകളായിട്ട്, 1 പാലാരിവട്ടത്തെ ഗതാഗതം നിർത്തിവെക്കുക, പാലം താഴെ വീഴും. 2 മദ്രാസ് IITക്ക് പഠനത്തിന് കൊടുക്കുക. 3 വിജിലൻസിന് വിടുക. അത് മുഖ്യമന്ത്രി അന്ന് തന്നെ അംഗീകരിച്ച് വിജിലൻസിന് വിട്ടു. അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം കുഞ്ഞ് കാണിച്ചത് ശരിയല്ല. അദ്ദേഹം ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല. കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ പൈസ എടുത്ത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന് കൊടുത്തത് ശരിയാണോ? 45 കോടി ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. പലിശ അടക്കം തിരിച്ചടക്കാൻ ഞാനിപ്പോൾ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. ഇനി G. സുധാകരൻ എന്ന വ്യക്തിയിലേക്കും കൂടി കുറച്ച് പഴയ കാര്യങ്ങളിലേക്ക്. 50 വർഷം മുമ്പാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത്. C. ഭാസ്കരൻ അഖിലേന്ത്യാ പ്രസിഡന്റ്. ഇവിടെ നേരിടേണ്ടത് AK ആന്റണി, വയലാർ രവി, പിന്നാലെ ഉമ്മൻചാണ്ടി. അന്ന് ഇത് എങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്? ആ പേര് നിർദ്ദേശിച്ചതാരാണ്? അന്നത്തെ ഒരു സംവിധാനം എങ്ങനെയായിരുന്നു? ആവേശകരമായ സ്ഥിതിയാണ്. ത്രസിപ്പിക്കുന്ന രാഷ്ട്രീയ ചരിത്രം, വളരെ ത്രസിപ്പിക്കുന്ന അഭിമാനമാണ് ഓർക്കാണ്. കാരണം ഞാൻ ഒരു പരമ്പരാഗത കോൺഗ്രസ് ഫാമിലിയിലാണ് ജനിച്ചത്. മാവേലിക്കര താലൂക്ക്, താമരക്കുളം പഞ്ചായത്ത്, വേടരപ്ലാവെന്നാണ്. വേടന്മാർ ഇരന്ന് നടന്ന നാടെന്നാണ്. വേടന്മാർ ഇരന്ന് നടന്ന നാട് വേടരപ്ലാവ്. എന്നിട്ട് അവർ ഇരന്ന് ഇങ്ങനെ ഓരോ വീട്ടിൽ ഓരോ വാങ്ങിക്കും. എന്നിട്ട് എലിയൊക്കെ പിടിക്കും. അവർ എലിയപ്പെടുത്തക്കാരവർ. അപ്പോൾ എന്നിട്ടൊരു പ്ലാവിൻ്റെ ചുവട്ടിലിരുന്ന് ഒരു ഭക്ഷണം, ഇതൊക്കെയാണ് വേടരപ്ലാവ്. അങ്ങനെ പേരങ്ങനെ വന്നു. ധാരാളം ഈ ട്രൈബൽസ് അല്ലെങ്കിലും ഈ SC STയിലെ ഏറ്റവും പ്രാകൃതമായി ജീവിച്ചവരുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവർ ഒരുപാട് പേര് പാട്ട്, നല്ല മ്യൂസിഷ്യൻസൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു.
അപ്പോൾ അവിടെയാണ് ഒരു കുഗ്രാമമാണത്, അങ്ങേറ്റം കുഗ്രാമം. ഇപ്പോഴും അത് ആ കുഗ്രാമത്തിന് വലിയ മാറ്റം വന്നാൽ കുറച്ച് നല്ല റോഡൊക്കെ വന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ വലിയ ദേശീയമൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പരിപാടിക്കൊന്നും പോകത്തില്ല. ഗാന്ധിജി നെഹ്റുവിയുടെയൊക്കെ ബഹുമാനം, അങ്ങനെ ഒരു ഫാമിലി ആയിരുന്നു. പക്ഷെ ഞാൻ പന്തളം NSS കോളേജിൽ ചേർന്നപ്പോൾ എനിക്ക് പുരോഗമനാശയങ്ങളോട് താല്പര്യമുണ്ടായി. ആദ്യമായിട്ട് എനിക്ക് ഒരു ഇത് വന്നത്, ഞാൻ അന്ന് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് എന്നൊരു മാഗസിനുണ്ട്, ഇപ്പോൾ ഇല്ല. കേരള യൂണിവേഴ്സിറ്റി യൂത്ത്, ജോർജ് വല്ലാട്ട് ഇവരൊക്കെയാണ് അതിൻ്റെ എഡിറ്റേഴ്സൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ആളുകൾ, ഓർമ്മയുണ്ടിരിക്കും. RS കുറുപ്പ് സാറ് ആകാശവാണിയിലുണ്ടായിരുന്നു. ഇവരൊക്കെയാണ് അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ വരുന്നത് അന്നത്തെ. അപ്പോൾ അതിൽ ലേഖന മത്സരം എല്ലാ വർഷവും ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, കവിത. അപ്പോൾ ഞാൻ മലയാളത്തിൽ ഒരു ഉപന്യാസം എഴുതി അയച്ചു. എൻ്റെ വിഷയം ഒന്ന് ഉന്നത വിദ്യാഭ്യാസവും മാതൃഭാഷയുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഞാനൊരു തഴപ്പായിൽ കിടന്ന്, വീട്ടിൽ കട്ടിലൊന്നുമില്ല കാര്യമായി, തഴപ്പായിൽ കിടന്നിട്ടാണ് ഇത് എഴുതിയത്. എനിക്ക് 1ാം സമ്മാനം കിട്ടി. അതിന് 700 രൂപ കിട്ടി ആ കാലത്ത്. ഇന്നത്തെ 70,000 രൂപയ്ക്ക് തുല്യമാണ്. ഞാൻ ആലോചിക്കുകയാണ്. അതിൽ ഞാൻ പുരോഗമനപരമായ ചില കാര്യങ്ങളാണ് എഴുതിയത്. ഈ ബാലൻസ്കി എന്ന് പറയുന്ന റഷ്യൻ സയൻറ്റിസ്റ്റോ ചിന്തകൻ, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ വേഷം കൊണ്ടോ ഭക്ഷണം കൊണ്ടോ അല്ല, നിങ്ങളുടെ ഭാഷ കൊണ്ടാണ് നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മാതൃഭാഷ പ്രാധാന്യം പറഞ്ഞത്, അത് ഞാൻ കൂട്ടി ചെയ്തു. മഹാത്മാഗാന്ധി മാതൃഭാഷ പ്രാധാന്യം, അതൊക്കെ ഞാൻ കൂട്ടി ചെയ്തു. വള്ളത്തോൾ, അന്യഭാഷാബ്ദയിൽ ആണ്ടാണ്ട് മുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേല പാഴിൽ. മറ്റെല്ലാ ഭാഷയും ഗംഭീരമായിട്ട് പഠിച്ചു, സ്വന്തം ഭാഷയെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ കൂട്ടി. എനിക്ക് നല്ല സമ്മാനം കിട്ടി. എനിക്ക് കുറച്ച് നല്ല ഫ്രൈസൊക്കെ ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ എനിക്കൊരു പുരോഗമന ചിന്താഗതി ഉണ്ടായിരുന്നു അന്ന് തന്നെ. പിന്നെ ഞാൻ പന്തളം NSS കോളേജ് വിദ്യാർത്ഥി പ്രസ്ഥാനമൊന്നുമില്ല. അവിടെ നെഹ്റു ഹൗസ്, ഗാന്ധി ഹൗസ്, ടാഗോർ ഹൗസ്, അപ്പോൾ അതൊരു ഹൗസിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെയാണ്. പിന്നെ മലയാളം അസോസിയേറ്റ് സെക്രട്ടറി, ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെയും ഫസ്റ്റ് ലാംഗ്വേജ് എടുക്കുന്ന ഇവരുടെ ഒരു സംഘടന, അതിൻ്റെയൊക്കെ ഭാരവാഹിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ കൊല്ലം SM കോളേജിൽ ഞാൻ MA പഠിക്കണം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് തരുത്തില്ല ലിറ്ററേച്ചറിന്, റാങ്ക് 2nd ക്ലാസ്സാണ്. ഇക്കണോമിക്സിന് മലയാളം ഒരു BA കോഴ്സിനും ഫസ്റ്റ് ക്ലാസ് തരില്ല, എല്ലാം 2nd ക്ലാസ്. ഞാൻ പഠിച്ചപ്പോഴും ഫസ്റ്റ് റാങ്ക് വേറെ ആൾക്കാണ് 2nd ക്ലാസ്. എനിക്ക് ഒറ്റ 2nd ക്ലാസ്സേ ഉണ്ട് പന്തളം NSS കോളേജിൽ ഗ്രാജുവേഷൻ എനിക്ക് കിട്ടി. അപ്പം അവിടെ MA തുടങ്ങി ആ വർഷം. SM കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോയ പ്രൊഫസറായ പ്രിൻസിപ്പൽ ഫോണറ്റിക്സിൻ്റെ ഇൻ്റർനാഷണൽ അതോറിറ്റി ആയ പ്രൊഫസർ രാമയ്യനാണ് അവിടെ വന്നത്, MAയുടെ ഹെഡായി. പക്ഷേ എനിക്ക് കൊല്ലത്ത് പഠിക്കണം. അത് ഈ പത്രത്തിലൊക്കെ വായിച്ച് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസും അവിടെ ONVയും സാംബശിവനും മാധവനൊക്കെ പഠിച്ച കോളേജാണെന്നൊക്കെയുള്ള ഇതും ഒക്കെ ധാരാളം മാധ്യമങ്ങൾ വരുമായിരുന്നു. ഞാനപ്പോൾ അവിടേക്ക് അപേക്ഷിച്ചു. ഇവിടെ എനിക്ക് ഫസ്റ്റ് റാങ്കാണ്, ഞാൻ പോയില്ല. അവിടെ എനിക്ക് കാർഡ് വന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ 3 2nd ക്ലാസ്സുകാരെ അപേക്ഷിച്ചിട്ടുള്ളൂ. 2 പേര് അവിടെ പാസ്സായവർ. ഒന്ന് പ്രൊഫസറായ പ്രൊഫസർ ഷേക്സ്പിയർ സാറിൻ്റെ മകൾ, മറ്റൊന്ന് സുന്ദരേശൻ അനന്തരവൻ, പിന്നെ വസന്ത്, വലിയ കാഷ്യൂ മുതലാളിയില്ലേ. പിന്നെ എനിക്കേ ഉള്ളൂ, എനിക്ക് കാർഡ് വന്നില്ല. ഞാനൊരു ആദ്യം ട്രെയിനിൽ കയറുന്നതാണ്. എൻ്റെ നാടായിട്ടുള്ള താമരക്കുളത്തു നിന്ന് ചാരുമൂടി ജംഗ്ഷനിൽ വന്ന് ഒരു പ്രൈവറ്റ് ബസ് കയറി അവിടെ പിന്നെ MC റോഡിലെ KP റോഡിലെ ഓവർബ്രിഡ്ജിന് താഴെ ഇറങ്ങി സ്റ്റേഷനിലേക്ക് നടന്ന് ആദ്യമായി ട്രെയിനിൽ കയറി ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് നടന്ന് ഒരു 11 മണിയായപ്പോൾ കൊല്ലം SM കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീനിവാസൻ്റെ റൂമിൻ്റെ മുമ്പിൽ വന്നു. അന്ന് താഴേന്ന് വലിയൊരു കോവേണി പോലെ മേലോട്ട് കയറണം, SM കോളേജിൽ 2ാം നിലയിൽ കയറാൻ. ഇപ്പോൾ ആ കോവണിയൊക്കെ മാറ്റി വരും. 5 മണി വരെ എന്നിട്ട് എന്നെ ആരും മൈൻഡ് ചെയ്തില്ല. ഞാൻ പ്രിൻസിപ്പലിനെ കാത്തിരിക്കുക, ആരും എന്നോട് ചോദിക്കുന്നത് എന്താ നിൽക്കുന്നതെന്ന്. 5:10 പ്രിൻസിപ്പൽ ഖദറൊക്കെ ഇത്രയിട്ടുള്ള സിൻഡിക്കേറ്റും പിറക്കായിരുന്നു. മഹാനായൊരു മനുഷ്യനായിരുന്നു. അത് കയറി വന്നു, എന്തിടെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ അഡ്മിഷനോ നീ അയാളുടെ സ്കൂളിൽ പഠിക്കുക? അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ സാർ, ഞാൻ ഇംഗ്ലീഷ് BA 2nd ക്ലാസ്സോ നിനക്കോ, പിന്നെ എന്തെങ്കിലും ഇവിടെ കിട്ടാതിരുന്നത്? സാറേ എന്നെ വിളിച്ചില്ല. ഉടനെ ഹെഡ് ക്ലാർക്കിനെ വിളിച്ചു. എന്താ സംഭവിച്ചത്? അയാൾ പറഞ്ഞു, പന്തളത്ത് 1ാം റാങ്കാൻ നടഞ്ഞു സാർ, അതുകൊണ്ട് ഞങ്ങൾ അയച്ചില്ല. അന്ന് അയക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, യൂണിവേഴ്സിറ്റി ഒന്നും പരിശോധിക്കത്തില്ല. നാളെ വരാൻ പറഞ്ഞു അച്ഛനുമായിട്ട്. ഞാനെൻ്റെ അച്ഛനെയും കൂട്ടി ഇതുപോലെ ട്രെയിനിൽ വന്ന് അവിടെ വന്നു. എനിക്ക് അഡ്മിഷൻ തന്നു. അങ്ങനെയാണ് ഞാൻ കൊല്ലം SM കോളേജിൽ അവിടെ വന്ന് ഞാൻ വരുമ്പോൾ തന്നെ ആദ്യത്തെ ടൈമിൽ തന്നെ അധ്യാപകരെ പിരിച്ചുവിട്ടു, 50 പേര്, ഷേക്സ്പിയർ അടക്കം അധ്യാപകരെ പിരിച്ചുവിട്ടു. ആ സമരത്ത് ഞാൻ അങ്ങ് പങ്കെടുക്കുക. സത്യാഗ്രഹം കടന്ന് ഞാനും കൊട്ടറഗോപാലകൃഷ്ണൻ മരിച്ചു പോയാലുണ്ട്. ആ സമരത്തിൽ കൂടി ഞാൻ വന്നു. അപ്പോൾ CPI ഓഫീസിൽ തന്നെ വന്ന് അതിലേക്ക് വിളിച്ചു.
CPM ഓഫീസിൽ നിന്ന് വിളിച്ചു. ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. ഞാൻ നേരെ കേരള വിദ്യാർത്ഥി ഫെഡറേഷനിൽ ചേർന്നു. പിന്നെ അവിടുന്ന് ഞാൻ തലശ്ശേരിയിൽ അവസാനത്തെ 69 സമ്മേളനത്തിൽ പോയി പിണറായി വിജയനെ കണ്ടൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ SFI രൂപീകരിക്കുകയാണ്. അപ്പോൾ കൊല്ലത്തുനിന്ന് ഞാൻ ഡെലിഗേറ്റാണ്. എന്നെ KSFൻ്റെ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി അല്ലേ. അന്ന് ആദ്യത്തെ സെൻട്രൽ കമ്മിറ്റിയിൽ 5 പേരെ എടുത്തുവിടുന്നു. അതിലൊന്ന് ഞാനായിരുന്നു. ഒന്ന് ഭാസ്കരൻ, ഒന്ന് ഞാൻ, ബാബു ഭരദ്വാജ് മരിച്ചുപോയി, പിന്നെ CK രവി മരിച്ചുപോയി, CP അബൂബക്കറാണെന്ന് അദ്ദേഹമുണ്ട്. പ്രൊഫസറായി റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹം ചിന്തയിലുണ്ട്. ഞങ്ങൾ 5 പേരായിരുന്നു ആദ്യത്തെ. അത് കഴിഞ്ഞ് SFI ആയി രൂപീകൃതമായി. ഇത് ഓട്ടോമാറ്റിക്കായി SFI ആയി മാറി എല്ലാ സ്റ്റേറ്റിലും. പക്ഷേ ഒന്നാമത്തെ സ്റ്റേറ്റ് സമ്മേളനം 1972 പാലക്കാട്ട് നടത്തുകയാണ്. അതിനുവേണ്ടി 6 മാസമൊന്നും അവിടെ പോയി താമസിക്കണം. CH കരാൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞു. 6 മാസം താമസിച്ചു. എല്ലാ സ്കൂളിലും പോയി ഓർഗനൈസ് ചെയ്തു. അന്ന് കുഞ്ഞിരാമ മാഷാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി. അപ്പോൾ സമ്മേളനം കഴിഞ്ഞ് പിന്നെ കമ്മിറ്റിയെയും ഭാരവാഹികളെയും എടുക്കാൻ വേണ്ടി എല്ലാവരും കൂടിയിരിക്കുക. അപ്പം CH ആയി യോഗത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ പോലല്ല. ഇന്ന് SFയുടെ സ്റ്റേറ്റ് കമ്മിറ്റി പാർട്ടി ലീഡേഴ്സ് പങ്കെടുക്കില്ല. അന്ന് പങ്കെടുക്കും. അദ്ദേഹം പറഞ്ഞു ഇവനാണ് ജനറൽ സെക്രട്ടറി. അപ്പം KSF ഓട്ടോമാറ്റിക്കായി SFI ആയപ്പോൾ എന്നെ പ്രസിഡൻ്റാക്കി. CP അബൂബക്കർ സെക്രട്ടറി. ആദ്യത്തെ പ്രസിഡൻ്റ് ഞാൻ SFയുടെ ജനറൽ സെക്രട്ടറി ഇവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ N ശ്രീധരൻ എന്ന ഒരാളെ കൊല്ലം പാർട്ടി ജില്ലാ സെക്രട്ടറി. ഞാൻ ജില്ലാ കമ്മിറ്റിയിലുണ്ട് 21ാമത്തെ വയസ്സിൽ. പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോൾ പറഞ്ഞു എന്നോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ശ്രീധരനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. CH കണ്ണാരനാണ്. ആർക്കും ഒരു മുൻധാരണയില്ലാതെ എന്നെ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ SFI അഖിലേന്ത്യാ കമ്മിറ്റി പോകുമ്പോൾ ആരാ പങ്കെടുക്കാൻ വരുന്ന P സുന്ദരയ്യ, ബസോ പെന്നയ്യ, BTR, ജ്യോതിബാസു, ബംഗാളിലെ ഇതിഹാസ നേതാവായിരുന്ന പ്രമോദാസ് ഗുപ്ത, EMS, AKG ഇവരൊക്കെയാണ് ഞങ്ങളുടെ കമ്മിറ്റി പങ്കെടുക്കാൻ വരുന്നത്. ഇവരുമായിട്ടൊക്കെയാണ് 19 വർഷക്കാലം മുമ്പ് നമ്മൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഹരിശ്രീ പഠിക്കുന്ന അവിടുന്ന്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഒക്കെ ഉണ്ടേ. C ഭാസ്കറിന് ശേഷം പ്രകാശ് കാരാട്ട് അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുന്നു. കാരാട്ട് പിന്നെ ബേബി വരുന്നു. ഇപ്പൊ വീണ്ടും ജനറൽ സെക്രട്ടറി. ബേബി വന്നു. ബേബിയും പോളിറ്റ് ബ്യൂറോ എത്തി. ഈ തട്ടകം കായംകുളവും അമ്പലപ്പുഴയും ഇവിടെയൊക്കെ മതിയെന്ന് സ്വയം തീരുമാനിച്ചാണ്? അല്ല, ഞാൻ അത്തരം കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചില്ല. ഒരു ഘട്ടമായപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് എൻ്റെ പേര് നിർബന്ധപൂർവ്വം പിണറായി വിജയനും മുന്നോട്ട് വെച്ചു. വേണ്ടെന്ന് പറഞ്ഞു. ഞാനത് അതെന്താ? അല്ല, എനിക്ക് അന്നേരം അതിട്ട് ഇതില്ല വന്നു. ഞാനിത് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആലപ്പുഴ സമ്മേളനം കഴിഞ്ഞു. ഞാനതിൻ്റെ സ്വാഗതം, ഞാൻ മെയിൻ ഓർഗനൈസർ ഞാനായിരുന്നു. ഗതിമ്പീരായിട്ട് നടത്തി. അന്നേരം അവിടെ വെച്ച് തന്നെ അന്ന് കൊടിയേരിയും പിണറായി സാബും കൂടെ സംസാരിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിലപാടെടുത്തു. അതാണ് ഉണ്ടായത്. അത്രയേ ഉള്ളൂ. അതിന് മുമ്പ് അങ്ങനെ പ്രപ്പോസലൊന്നും വന്നിട്ടില്ല. എല്ലാം തുറന്ന് പറയും, ഒരു ഭാഗത്ത് പറയും, മറുഭാഗത്ത് വല്ലാണ്ട് ചാടിച്ച് കളയും. അത് ഉദ്യോഗസ്ഥരാണെങ്കിലും ഇനി പാർട്ടി പ്രവർത്തകരാണെങ്കിലും ഒക്കെ. ഈ എടുത്തുചാട്ടം കൂടുതലാണെന്ന് പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അതുപോലെ തന്നെ പറയാൻ പാടാത്ത ഒരു രഹസ്യം ഇന്നവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്നോ എൻ്റെ വകുപ്പിൽ നിന്നോ ഒരു രഹസ്യം ഒരു വാർത്തയായിട്ട് ഇന്നുവരെ വന്നിട്ടില്ല. ഇന്നുവരെ വന്നിട്ടില്ല. അതെല്ലാവർക്കും അറിയാം. പറയുന്നത് പറയേണ്ട കാര്യമാണ്. അങ്ങനെ പറയുന്നത് സാമൂഹിക വിഭാഗത്തിന് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. വലിയ തരത്തിൽ ഇഷ്ടമാണ്. കാരണം അവരെന്തെങ്കിലും ഈ ശ്വാസം മുട്ടുന്ന ഭരണ സമ്പ്രദായത്തിൽ ചിലത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അവർ കേൾക്കേണ്ടത് അവരോട് പറയണം. ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയാണ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക? ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണമെങ്കിൽ നമുക്ക് പേഴ്സണൽ ക്വാളിറ്റി വേണം. അവരെ വിശ്വസിക്കും. അല്ല, ഇതുപോലെ തന്നെ വിമർശനമുണ്ടായതാണ് ഈ പ്രളയകാലത്ത് ഓമനക്കുട്ടൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പാർട്ടി പ്രവർത്തകനെ. അത് അന്ന് ശകാരിച്ചത് വേണ്ടിയിരുന്നില്ല എന്നൊരു എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അയാളുടെ ഒരു ഇൻറ്റിഗ്രിറ്റി എനിക്ക് വേറൊരു കാര്യത്തിൽ മനസ്സിലായി. ഞാൻ അഭിനന്ദിച്ചു. അയാളെ വിളിച്ച് അഭിനന്ദിച്ച് പത്രക്കാരോടും പറഞ്ഞു. പാർട്ടിയോടുള്ള അയാളുടെ കൂറ് അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ക്യാമ്പിൽ നിന്ന് പണം പിരിച്ചതാണ്. പണം പിരിക്കാൻ പാടില്ല. അതാണ് പോയിൻ്റ്. ഒരു കാരണം അവിടുത്തെ വില്ലേജ് ഓഫീസറുടെ വീഴ്ചയാണ്. ആ വീഴ്ച ദുരന്ത നിവാരണ സമിതി കണ്ടില്ല. അതിൻ്റെ സെക്രട്ടറിയായി വേണമെന്നത് മനസ്സിലായി. അയാളാണ് സെക്രട്ടറി. അപ്പോൾ അയാളുടെ പേരിൽ നടപടി എടുക്കണമായിരുന്നു. അവർ ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പണം പിരിച്ചത്. അതാണ് സത്യം. അരി കൊണ്ടുവരാൻ അത് നമുക്കറിയില്ല. അപ്പോൾ ഞാനവിടെ പോയി കണ്ടു. അപ്പം വാർത്ത എന്താ വരുന്നത്? CPIM ലോക്കൽ കമ്മിറ്റി മെമ്പർ പണം പിരിക്കും. ഇതല്ലേ വന്ന വാർത്ത? പാർട്ടിയെ അങ്ങ് നശിപ്പിക്കുകയാണ്. വൈകുന്നേരം വരെ ഇത് വന്നു. വൈകുന്നേരം പാർട്ടി ഇടപെട്ട് അയാളുടെ പേരിലൂടെ നടപടി എടുത്തപ്പോഴത്തേക്ക് നേരെ അയാൾക്ക് അനുകൂലമായി. പിന്നെ എന്നെ ചീത്ത പറയാൻ തുടങ്ങി. പക്ഷേ ഞങ്ങൾ നടപടി അങ്ങ് പിൻവലിച്ചു.
അങ്ങനെ പിൻവലിച്ചപ്പോൾ ഓമനക്കുട്ടൻ പത്രക്കാർ പറഞ്ഞ് പാർട്ടിയുടെ നിലപാട് ശരിയാണ്. അതാണ് ഇൻറ്റിഗ്രിറ്റി. എനിക്കതിനുള്ള ബഹുമാനം ഒരിക്കലും കുറയില്ല. ഞാൻ നേരെ വിളിച്ചഭിനന്ദിച്ചയാളെ. ആദ്യത്തെ കവിത എഴുതിയത് എന്താണ്? ആദ്യത്തെ കവിത ഞാൻ എഴുതുന്നത് SLCക്ക് പഠിക്കുമ്പോഴാണ്. അത് ഞാൻ ഒരു യോദ്ധാവ് എന്നൊരു കവിതയായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു 5 കിലോമീറ്റർ പോയാലേ ചാരും മുടങ്ങുന്ന മാർക്കറ്റിൽ ചെല്ലാൻ പറ്റും. എല്ലാ ദിവസവും മാർക്കറ്റിൽ പോകണം സ്കൂളിൽ നിന്ന് വന്നിട്ട്. ചിലപ്പോൾ അച്ഛനുണ്ടാവും, ചിലപ്പോൾ ഞങ്ങളാവും. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോയി വിൽക്കണം. വിറ്റിട്ടാണ് മറ്റ് സാധനമൊക്കെ വാങ്ങിക്കുന്നത്. മത്സ്യം മറ്റേത് മറിച്ചൊക്കെ വാങ്ങിക്കും. അങ്ങനെ ഞാനൊരു ഈ 5 കിലോമീറ്റർ 1 കിലോമീറ്റർ കുറ്റിക്കാടും അവിടെ എല്ലാം വെള്ളക്കെട്ടുമൊക്കെ അറിഞ്ഞ് നടന്നു പോകുമ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ കുറേ സ്ഥലം ഒരു 10-60 ഏക്കർ ഇങ്ങനെ കിടക്കുക. ഒരാളവിടെ നിന്ന് വൈകുന്നേരം ഞാൻ 4:30 മണിയായി പോകുമ്പോൾ അയാൾ കിളക്കുകയാണ്. ഈ കുറ്റിക്കാട് കിളച്ച് മാറ്റി പുള്ളി സ്വന്തമാക്കാണ് ആ സ്ഥലം. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ എടുക്കും. പിന്നെ അത് കിട്ടും അവർക്ക്. അതാണപ്പോൾ മണ്ണിനോട് പോരാടുന്ന ഒരു യോദ്ധാവ് എന്നുള്ള വെച്ചിട്ടാണ് ആ കവിത എഴുതിയത്. അത് ഞാൻ AER അയച്ചു കൊടുത്തു. AER നിന്ന് കവിത വായിക്കുന്നവരും ഇപ്പോഴും ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ കവിത അയക്കാൻ ചെറിയ നാണം വന്നതുകൊണ്ട് ഞാൻ ഒരു സ്ത്രീയുടെ സുധ എന്ന് പറഞ്ഞ് അയച്ചത്. അവർ അഡ്രസ്സൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ വെച്ചു. അവർ സ്ത്രീയാണെന്ന് കരുതി. ഒരു സ്ത്രീ അത് വായിച്ചത്. എനിക്ക് 125 രൂപ കിട്ടി കേട്ടോ അതിന് പ്രതിഫലമായിട്ട്. എന്നിട്ട് എൻ്റെ വീട്ടിലും എൻ്റെ വാർഡിലെങ്ങും റേഡിയോ ഇല്ലെന്ന്. അടുത്ത വാർഡിൽ പോയി, അതായത് കരിമുളക്കൽ എന്ന് പറയുന്ന KP റോഡ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു തുണിക്കടയുണ്ട്, ഒരു വെള്ളച്ചട്ടാണ്. അവിടെ പോയി ഞാൻ അച്ഛൻ്റെ അനിയൻ രാഘവകുറുപ്പ് സാർ, അദ്ദേഹം എപ്പാഷായി ഗവൺമെൻറ് LPSൽ ഞങ്ങൾ ഈ കവിത വായിക്കുന്ന കേട്ടു. അതാണ് ആദ്യത്തെ കവിത എഴുതിയ അനുഭവം. തുറന്നു പറയുന്ന മന്ത്രിയോട് വളച്ചിട്ടില്ലാതെ ചോദിക്കട്ടെ, സ്വന്തം കവിതയെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ എന്താണ്? ഈ പൂച്ചയെ നീയാണ് ഒബാമ എന്നൊക്കെയുള്ള കവിതകളൊക്കെ വന്നപ്പോൾ അതിനിശ്ചിതമായ അല്ലെങ്കിൽ ഭയങ്കരമായ പരിഹാസമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലും ഇതിലും ഒക്കെ. എന്തിനാ പരിഹസിക്കുന്നവർ? അല്ല, ഞാൻ ചോദിച്ചു, ഇത് കേട്ടപ്പോൾ വിഷമം തോന്നിയില്ല? ഒരു വിഷമം തോന്നിയില്ല. എന്തിനാ പരിഹസിക്കുന്നത്? പൂച്ചവിളി നമ്മൾ അതിമനോഹരമായ കവിത. എത്ര സ്ത്രീകളെ എന്നെ വിളിച്ച് അഭിനന്ദിച്ചത്. അവർക്ക് ഭയങ്കര, അവരുടെ വീട്ടിലൊക്കെ പൂച്ചയുണ്ട്. അതൊരു ഫിലോസോഫിക്കൽ പോയമാണ്. മനോധാരണത്തിൽ നിന്ന് കയറി വന്നൊരു പൂച്ചയെ പറ്റി. ആ പൂച്ച എൻ്റെ വീട്ടിലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഗൾഫിൽ നിന്ന് അതിനെ കൊണ്ടുവന്നു. എൻ്റെ മകനുണ്ടല്ലോ അവിടെ. അവർ ഫ്ലൈറ്റിൽ കൊടുത്തയച്ചു. മനുഷ്യനെ കൊണ്ടുവന്നതിനേക്കാൾ പ്രയാസമാണ് ആ കവിത. അതിന് വലിയ പോപ്പുലാരിറ്റി ആയിരുന്നു. ആരാണ് നീ ഒബാമ, ആരാണ് നീ ഈ ഒബാമ എന്നാണ്. അതേപോലെ സുമാൻ അഴീക്കോട് എന്താ പറഞ്ഞത്? തകഴിയുടെ വീട്ടിൽ വെച്ചുള്ള ഒരു സമ്മേളനത്തിൽ ആരും ഇങ്ങോട്ട് കവിത എഴുതിയിട്ടില്ല. ആരാണ് നീ ഈ ഒബാമ എന്ന് ആരും ചോദിച്ചിട്ടില്ല. അതേ വിശദീകരിച്ചു. അത് വായിച്ച് നോക്കണം. കേരളത്തിലിപ്പോൾ പല കവികൾക്കും അനുയായികളുണ്ട്. അവരെ സംഘടിപ്പിക്കാൻ കവിത നല്ലതായിരിക്കും, അതുകൊണ്ട് മാത്രം കാര്യമായല്ലോ. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നത്. ഞാൻ അങ്ങനെ യാതൊരു കാര്യത്തിൽ പോകില്ല. ഇപ്പോൾ എനിക്ക് 16 കവിതാ സമ്മാനമായി. എൻ്റെ കവിതാ സമ്മാനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അവതാരിക എഴുതിയേക്കുന്നു. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. എനിക്ക് വളരെയധികം ആസ്വാദനം കിട്ടുന്നുണ്ട്, വളരെയധികം. ഈ 96 കായംകുളത്തുനിന്ന് ജയിച്ചു, 2001 അവിടെ തോറ്റു. ഭയങ്കരമായി കാലുവാരി തോൽപ്പിച്ചു. കായംകുളം അങ്ങനെ സ്ഥലമാണ്. അതൊക്കെ ചെയ്യും അവർ. പലരും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്ന സ്ഥലം അവിടെ. കായംകുളം വാളെന്ന് പറയുന്നത് വെറുതെ അല്ല, തിരിഞ്ഞും പിരിഞ്ഞും വിട്ടു. അവിടെ ഒത്തിരി നല്ല കാര്യം ഞാൻ ചെയ്തു. പിന്നെ അന്നൊരു സംഭവം ഉണ്ടായി. അവിടെ 70,000 മുസ്ലിം വോട്ടാണ്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടുള്ളത് 1 കായംകുളം, 2 അമ്പലം. എനിക്ക് 60,000 വോട്ട് വരും. ഇവിടെ 70,000. ആ മുസ്ലിം വോട്ട് പൊതുവേ അന്ന് പാർട്ടിക്ക് കിട്ടിയില്ല. കാരണം മദനിയെ ജയിലിലടച്ചു. മദനിയെ ജയിലിലടച്ച സമയത്താണ് ഇലക്ഷൻ വന്നത്. അപ്പോൾ അന്ന് പിന്നെ മദനയുടെ ഒരു കത്തടിച്ച്, മദനയുടെ ആണോന്നറിയില്ല, എല്ലാ മുസ്ലിം വീട്ടിലും കൊടുത്തു. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തവർ പോലും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പട്ടണത്തിൽ മുസ്ലിം നല്ല വളരെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് മുനിസിപ്പാലിറ്റി. അവിടെ എനിക്കൊരു 3000 വോട്ടിന് കുറവ്. ബാക്കി എല്ലായിടത്തും എനിക്ക് കയറി വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ 1300 വോട്ടിനാണ് പറ്റുന്നത്. എല്ലാവരും ഒന്ന് 10-15 വോട്ടിനാണ് പറ്റുന്നത്. അമ്പലപ്പുഴയിൽ നിന്ന് 3 തവണയായി ജയിക്കുന്നു. ഇപ്പോൾ പാർട്ടിയുടെ ഒരു പഴയ ഒരു നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ 2 തവണ. അത് കഴിഞ്ഞ തവണ ചിലർക്ക് ഇളവ് ചെയ്ത് കൊടുത്തു. ഇനി ഒരിക്കൽ കൂടി എനിക്ക് മതിയായി. ഞാൻ സാറ്റിസ്ഫൈഡാണ്. എനിക്കിത് മത്സരിക്കണമെന്ന് വ്യക്തിപരമായിട്ട് യാതൊരു ആഗ്രഹമില്ല. അപ്പോൾ ഇനി പാർട്ടി പറഞ്ഞാലോ, ചില മണ്ഡലങ്ങളിൽ ജയത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ചില എക്സെപ്ഷൻസ് കഴിഞ്ഞതോട് പോലും വരുത്തിയത്. അത് പറയുമ്പം അന്നേരം അതൊക്കെ ആലോചിക്കാം. അപ്പം അതേപ്പറ്റി ഞാൻ യെസ്-നോയും പറഞ്ഞത് ശരിയല്ല. പാർട്ടി തീരുമാനത്തെപ്പറ്റി ഞാൻ പരസ്യമായിട്ട് പറഞ്ഞത് ശരിയല്ല. എനിക്ക് ഇത് പ്രത്യേക താല്പര്യമൊന്നുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. മുന്നണി വികസനം നടക്കുന്നു. ജോസ് കെ മാണി വിഭാഗം കടന്നു വരുന്നു. ഈ അങ്ങയോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. 1+1 = 2. ഒന്നും ചേർത്താൽ രാഷ്ട്രീയത്തിൽ 2 ആവില്ല.
അപ്പോൾ ജോസ് കെ മാണി വിഭാഗം വന്നാൽ ഉടനെ തന്നെ മധ്യ തിരുവിതാംകൂറിൽ വലിയൊരു മാറ്റവും ഇടതുമുന്നണിക്ക് വലിയൊരു നേട്ടവും ഉണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ? പ്രത്യേകിച്ച് സഭ ഇത്രയും കാലം ജനാധിപത്യ ചേരിയിൽ നിന്ന് അണികൾ ഇവരെല്ലാവരും കൂടി ഇപ്പുറത്തേക്ക് വരുമോ? ആ കണക്കൂട്ടൽ ശരിയാണോ? ഗുണം ചെയ്യുമോ? സഭയുടെ കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതവർ സ്വതന്ത്രമായ ഒരു റിലീജിയസ് എൻറ്റിറ്റിയാണ്. സഭകളുണ്ടല്ലോ, പല സഭകൾക്കും പല രാഷ്ട്രീയമാണ്. തീർച്ചയായിട്ടും ഇതുവരെ ഞാൻ കിട്ടാതിരുന്ന കുറേ വോട്ട് എന്തായാലും വരും. അതിന് എണ്ണം എത്രയാണെന്ന് നമുക്ക് പറയാനാവില്ല. പൊതുവേ കേരള കോൺഗ്രസ് മാണി വിഭാഗമായിരുന്നല്ലോ മെയിനായിട്ടുണ്ടായിരുന്നു. ജോസഫ് എല്ലാം ഒരുമിച്ചായിരുന്നുണ്ട് അവർ. അപ്പോൾ അതിൽ ഗണ്യമായ തരത്തിലുള്ള വോട്ടുകൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ മെച്ചമുണ്ടാകും. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഞങ്ങൾ ആകെ കൂടി 2 സീറ്റല്ലേ ഉള്ളൂ. കുറുപ്പും വൈക്കം ഞങ്ങളുടെ ഷുവർ സീറ്റാണ്. അതെന്ന് CPI ആണ്. ഏറ്റുമാനൂർ ജയിക്കുകയും തോക്കുകയും ചെയ്തിട്ടുണ്ട്. കുറുപ്പായതുകൊണ്ട് നല്ല ഇത് വന്നു, അദ്ദേഹം ജയിച്ചു. ബാക്കിയുള്ള 7 സീറ്റോ 7 6 സീറ്റ് അവരാണ് ജയിച്ചിരിക്കുന്നത്. അതിനൊക്കെ വ്യത്യാസം വരും, തീർച്ചയായിട്ടും വരും. ഇടുക്കിയിൽ ഇപ്പോൾ അവർക്കുള്ളത് 2 സീറ്റ്, റോഷി അഗസ്റ്റിനും പി ജോസും. വ്യത്യാസം വരാം. പത്തനംതിട്ട എല്ലാം മിക്കവാറും ഒന്നൊഴികെ എല്ലാം ഞങ്ങളാണ്. ഇപ്പം എല്ലാം ഞങ്ങളാണ്. 10 UDF ഇല്ലിപ്പം. കാരണം കോന്നിയോടെ ഞങ്ങൾ ജയിച്ചോടുകൂടിയേ. അവിടെ ഇപ്പോൾ UDF ഇല്ലല്ലോ. അടൂർ ഞങ്ങളാണ്, കോന്നി ഞങ്ങളാണ്, ആറന്മുള ഞങ്ങളാണ്, റാന്നി ഞങ്ങളാണ്, ഇതെല്ലാം ഞങ്ങൾ തന്നെ. തിരുവല്ല ഞങ്ങളാണ്. അപ്പോൾ അവിടെ മുഴുവൻ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതെല്ലാം നിലനിർത്താൻ പറ്റും. ആലപ്പുഴയിൽ പിന്നെ അത്രയില്ല, എന്നാലും കുട്ടനാട് കുറച്ച് വോട്ടുണ്ടാവും. ഞങ്ങളുടെ ഷുവർ സീറ്റാണ് കുട്ടനാട്. അത് ഇതുകൂടെ വന്നാൽ ഒന്നുകൂടെ ശക്തിപ്പെടും. പിന്നെ കുറേ എല്ലായിടത്തും ഉണ്ടാവും. ലോക്കൽ ബോഡി സെലക്ഷൻ കുറച്ചുകൂടെ മെച്ചം വരും. കാരണം 10, 90, 100 വോട്ട് വന്നാലും അതൊരു വിജയമാണ്. അതുകൊണ്ട് എന്തായാലും നഷ്ടമല്ല, അതുകൊണ്ട് ഗുണമാണ് ഉണ്ടാവുക എന്നുള്ളതിൽ പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാണ്. വരാൻ പോകുന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നമ്മൾ സഭയ്ക്കകത്തും പുറത്തും ശ്രീ KM മാണിക്കെതിരെ രൂക്ഷമായ ആക്രമണം ആണ്, വിമർശനവുമാണ് ഉയർന്നത്. സഭയിലാണെങ്കിൽ ഇപ്പോൾ ആ കേസ് ഇപ്പോഴും നടക്കുകയാണ്. സ്പീക്കറുടെ കസേരയും കമ്പ്യൂട്ടറും അടക്കം ഇങ്ങനെ പറന്ന് വീഴുന്നതും അതിൻ്റെ അകത്തുണ്ടാകുന്ന ഉന്തും തള്ളും നമ്മൾ കണ്ടു ബജറ്റ് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ. പാലായിലെ കരിങ്ങോഴക്കൽ വീട്ടിൽ പിന്നെ നോട്ടെണ്ണുന്ന മെഷീനുണ്ട് എന്ന് വരെയുള്ള വിമർശനം ഉണ്ടായി. ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ആ നോട്ടെണ്ണുന്ന മെഷീനും കൊണ്ടാണോ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരുന്നത് എന്നുള്ള വരെയുള്ള വിമർശനവും ആക്ഷേപമൊക്കെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഇനി പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയും താഴേക്ക്? ഇന്ന് വരെ നിശിതമായി എതിർത്തിരുന്ന ബാർ കോഴ ഇടപാട് എന്ന് പറഞ്ഞ് നാട്ടിലുടനീളം പ്രക്ഷോഭം നടത്തിയ CPM ഇടതുമുന്നണിയും എങ്ങനെ ഈ ജോസ് കെ മാണിയെയും ആ പാർട്ടിയെയും കൂടി സ്വീകരിക്കും? അതല്ല, ഈ പറയുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടായെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൻ്റെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ ഓരോരുത്തരും നടത്തിക്കൊള്ളട്ടെ. ചില വസ്തുതകൾ ഉണ്ടായെന്നുള്ള യാഥാർത്ഥ്യം ഇല്ലെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത് അദ്ദേഹം ഇങ്ങോട്ട് വന്നതല്ലേ. ജോസ് കെ മാണി തന്നെ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരികയാണ്. വന്നപ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്നു. കാരണം ഞങ്ങൾ തള്ളിക്കളയേണ്ട കാര്യം നമ്മുടെ ജോസഫ് ഞങ്ങളോട് ഉണ്ടായിരുന്നല്ലേ. ശരിക്കും 2012 മാണി സാറ് വരാൻ മാനസികമായി തയ്യാറെടുത്താണ്. അന്ന് ജോസ് കെ മാണിയാണ് തടഞ്ഞതെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, എനിക്ക് നേരിട്ട് അറിയില്ല. എന്തായാലും അതിനകത്തെ ഒരു വിഭാഗമാണ്. പി ജോസഫ് ഒന്നും അനുകൂലമല്ലായിരുന്നു. ജോസഫ് മെയിനായിട്ട് എതിർത്തു വരും. ജോസ് കെ മാണിയുടെ നിലപാടൊന്നും എനിക്കറിയില്ല. ഏതായാലും ശരി, അദ്ദേഹം വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. ഞാനന്ന് നിയമസഭ മണ്ഡലത്തിൽ പ്രസംഗമുണ്ട്. എപ്പോഴും മാണി സാറ്, ഞാൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ എഴുതി കൊടുത്തയച്ചത് അതിഗംഭീരമായ പ്രസംഗം. രാഷ്ട്രീയമായ പ്രത്യാസം ഉണ്ടെങ്കിൽ സുധാകരൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടു. നല്ല പ്രസംഗം നടത്തുമ്പോഴൊക്കെ പുള്ളി എഴുതി കൊടുത്തേക്കും. അന്ന് ഞാൻ അദ്ദേഹത്തെ വള്ളത്തോളിനൊരു കവിത പാടിയിട്ടാണ്. ബന്ധനം കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ. അതുകൊണ്ട് എന്താ, വിട്ടയക്കുക കൂട്ടിൽ നിന്നേറ്റ ഞാൻ ഒട്ടുവാലിൽ പറന്ന് കിടക്കട്ടെ, അതും ഞാൻ പാടി. UDFിനോട് അദ്ദേഹം പറയുന്നതായിട്ട്. യഥാർത്ഥത്തിൽ അന്നൊരു തീരുമാനത്തെ കേരള രാഷ്ട്രീയം വന്നേ മാറിയില്ലേ. പിന്നെ മാറി. പിന്നെ കുറച്ച് 2-3 വർഷം കഴിയേണ്ടി വന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഓഫർ വല്ലതും കൊടുത്തിരുന്നോ? ഓഫറൊന്നും അല്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും അല്ല, അങ്ങനൊന്നും എനിക്കറിയില്ല. അതൊന്നും ഞാൻ ആ ചർച്ചയിലൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ മാന്യമായ നിലയിൽ അക്കോമഡേറ്റ് സാധ്യത ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇന്നത്തെ അത്രയും കൺസെൻസസ് വന്നിട്ടില്ല. ഇപ്പോൾ കൺസെൻസസ് ആയല്ലോ. CPI അടക്കം എല്ലാവരും പിന്നെ അവരിങ്ങോട്ട് വരികയല്ലേ, അവരെ പിന്നെ നല്ല കാര്യങ്ങൾ ഇവിടെ കൃഷിക്കാർക്ക് അനുകൂലമായ നല്ല കാര്യങ്ങൾ അതൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഒരു എതിർപ്പില്ല. എന്തായാലും ശരി, ജോസഫിൻ്റെ കൂടെ ഉള്ളത് ഒഴിച്ച് ബാക്കി മുഴുവൻ ഞങ്ങളുടെ കൂടെ വരുമല്ലോ. ജോസഫിൻ്റെ പി ജെ എത്രയുണ്ടെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം ഇതുപോലെ അപ്പുറത്ത് പോയതല്ലേ ഇവിടെ നമ്മൾ വന്നിട്ട്. അതിനെപ്പറ്റി അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? ശരി, ക്യാബിനറ്റിൽ നിന്ന് അദ്ദേഹം മാറ്റുകയായിരുന്നു, VS ഇടപെട്ട് മാറ്റുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പോയി. കുറച്ച് കഴിഞ്ഞല്ലേ പോയുള്ളൂ. അത് കഴിഞ്ഞ് മോൻ ജോസഫ് വന്നു. അതിന് മുമ്പ് ഒരാൾ വന്നു, ഒരു മിനിസ്റ്റർ വന്നു. 2 പേര് 2 വർഷത്തിനകം വന്നു.
അവൻ്റെ കോതമംഗലത്തുനിന്ന് അന്നും നമ്മളോട് ഭരിച്ചല്ലേ പി ജോസഫ്. അദ്ദേഹത്തിന് എന്താ പറയുക മാസ്റ്റേഴ്സ് വിരോധം ഉണ്ടാവേണ്ട കാര്യം എന്താ? ജോസ് കെ മാണിയെ ശപിക്കാൻ അദ്ദേഹത്തിന് എന്താ അവകാശം? അപ്പോൾ ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ പ്രതിഭാസങ്ങളായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ സി പി ഐക്കാൾ വലിയ വിമർശനം ഉന്നയിക്കുന്നത് NCP ആണ്. ഒരു കാരണവശാലും പാലാ സീറ്റ് വിട്ടു നൽകില്ല, കുട്ടനാട്ടിൽ ഞങ്ങൾ തന്നെ മത്സരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. NCP കുഴപ്പമുണ്ടാക്കുമോ? മാണി സി കാപ്പനെ ജയിപ്പിക്കാൻ ഞാനും പോയിരുന്നു. അവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും അവിടെ പോയിരുന്നു. ഞങ്ങളെല്ലാം പ്രവർത്തിച്ചാണ് ജയിപ്പിച്ചത്. അദ്ദേഹത്തിന് അറിയാതെ അതിലേക്കൊന്നും ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. മാണി സി കാപ്പൻ ഒരു പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും വിട്ടുപോയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ശ്രീ കാനം രാജേന്ദ്രൻ്റെ പഴയ മണ്ഡലമായ വാഴൂർ ഉൾപ്പെടുന്ന കാഞ്ഞിരപ്പള്ളിയെ ചൊല്ലിയാണ് CPIയിൽ എതിർപ്പ് അല്ലെങ്കിൽ ആ ഒരു തർക്കം അങ്ങനെ നിൽക്കുന്നതെന്ന് കേൾക്കുന്നു. കാഞ്ഞിരപ്പള്ളി ഒരു കീറാമുട്ടിയാവുമോ? എനിക്കതും അറിയില്ല. ഈ സീറ്റ് ചർച്ചകളൊന്നും ഞാനില്ല. അതൊക്കെ എന്ത് ചർച്ചയായാലും ഇടതുപക്ഷ മുന്നണി ഇതൊക്കെ സോൾവ് ചെയ്യുന്ന മുന്നണിയാണ്. അപ്പം അതിനെപ്പറ്റിയൊന്നും ഒരു സീറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. എന്നാലും ജോസ് കെ മാണി ഇടതുപക്ഷ മുന്നണിയിൽ ചേരാൻ അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു. അദ്ദേഹം ആ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇടതുപക്ഷ മുന്നണിക്ക് അത് തീർച്ചയായിട്ടും ഒരു അധിക ബലമാണ്. അത് ആർക്കും വിലയിരുത്താവുന്നത്. ബലത്തിൻ്റെ ആഴവും പരപ്പും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ വിലയിരുത്താം. പക്ഷേ ബലമാണെന്നുള്ള ഉറപ്പാണ്. അത്രയും ബലക്കുറവ് UDFനുണ്ട്. ഇടയ്ക്ക് വിട്ടുപോയ ഒരു കാര്യം, നമ്മളിപ്പോൾ വളരെയധികം ചർച്ചയാവുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കോളേജിലെ അല്ലെങ്കിൽ കലാലയ രാഷ്ട്രീയത്തിലെ അക്രമമൊക്കെയാണ്. അതിൻ്റെ വലിയൊരു ദുരന്തത്തിന് ഇരയാണ് അങ്ങെന്നുള്ളത് ഒരുപക്ഷെ പുതിയ തലമുറയിൽ എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കാര്യം വളരെ മുതിർന്ന നേതാവാണ് ഈ ശ്രീ G. ഭുവനേശ്വരൻ എന്ന് പറയുന്ന അങ്ങയുടെ സഹോദരൻ. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് വളരെ മികച്ച ഒരു സംഘാടകൻ, വളരെ വലിയ നിലയിൽ രാഷ്ട്രീയത്തിൽ ശോഭിക്കുമായിരുന്ന ഒരു നേതാവായിരുന്നു, വിദ്യാർത്ഥി നേതാവായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ സംഭവം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അതെങ്ങനെ നേരിടും? ഭുവനേശ്വരന് 18 വയസ്സേ ഉള്ളൂ. BA ഇക്കണോമിക്സ് 2ാം വർഷ വിദ്യാർത്ഥിയാണ്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി. അന്നവിടെ 4000-ഓളം സ്റ്റുഡൻസ് ഉണ്ട്. കാരണം ഈ പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് തന്നെ 2500 പേരുണ്ട്. അന്ന് കോളേജുകളിലെല്ലാം വൻകിട കോളേജുകളിലെല്ലാം പ്രീ ഡിഗ്രിക്ക് ഒരുപാട് ബാച്ചുകളുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഞാനവിടെ പഠിച്ച ഗ്രാജുവേഷൻ വരെ അവിടെ എനിക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ MC റോഡിൽ നിന്ന് മേലോട്ട് കയറി പടിപടിയായിട്ട് കയറിയാണ് കോളേജിൽ കയറുന്നത്. ഉയർന്ന സ്ഥലത്താണ് കോളേജ്. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 സൈഡിൽ ക്ലാസ് മുറിയാണ്. ഞാൻ അങ്ങോട്ട് കയറും. ഇത് ക്ലാസ് മുറി. ഈ മിറ്റം കയറി എന്നിട്ട് ഇവിടുന്ന് പടിപടിയായി കയറി 2 സൈഡിലോട്ടും പോകുമ്പോൾ ഇവിടെ പ്രിൻസിപ്പലിൻ്റെ മുറി വരും. 2 സൈഡിലോട്ട് കെട്ടിടങ്ങൾ പോകും, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ. അപ്പോൾ കയറുന്നത് ഇടതുവശത്ത് അവിടെ ക്ലാസ് മുറിയിൽ ക്ലാസ് നടക്കുക. ഭുവനേശ്വരൻ്റെ ക്ലാസ്, അവിടെ ക്ലാസ് നടക്കുക. ക്ലാസ് തുടങ്ങി ഒരു 10:30 മണിയായപ്പോൾ ഏതോ ഒരു സ്റ്റുഡൻറ്റ് വന്ന് SFI പ്രവർത്തകൻ വന്നിട്ട് ഭുവനേശ്വരനെ വിളിച്ചു. ടീച്ചറോട് ചോദിച്ചിട്ട് ആ വാതൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ SFI പ്രവർത്തകരെയൊക്കെ ഉപദ്രവിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ടീച്ചറോട് പറഞ്ഞിട്ട് ഇവൻ വെളിയിലോട്ട് പോകണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. പക്ഷേ SFI യൂണിറ്റ് സെക്രട്ടറി അല്ലേ. കയറി മേണ്ടി ചെല്ലുമ്പോൾ പ്രിൻസിപ്പലിൻ്റെ ഇങ്ങനെ കയറി ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെയാണ് പ്രിൻസിപ്പലിൻ്റെ കൂടി. പിന്നെ അങ്ങോട്ടുള്ള ഈ നിരകളാണ് അങ്ങോട്ട് തന്നെ ചെല്ലുമ്പം തന്നെ ഇവരൊരു 10-30 പേരോടെ കൂടി നിൽക്കുക ഈ അക്രമികൾ. KSU വന്ന് DSU എന്നൊരു സംഘടനയുണ്ട്, ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയൻ. ആ പ്രദേശത്തെ നായർ പ്രമാണിമാരുടെ അന്ന് NDP ഉണ്ട്. ആ പ്രദേശത്തെ നായർ പ്രമാണിമാരുടെ മക്കളായി ഇവരല്ല. ആ കാവിൻ്റെ കിഴക്കെന്ന് പറഞ്ഞ വീടൊക്കെ ഉണ്ട് അവിടെ എല്ലാവരും കുഴപ്പക്കാരൊന്നുമല്ല. ഒരു പയ്യനുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് പ്രശ്നമായിരുന്നു. അവർ സൈക്കിൾ ചങ്ങല കൊണ്ടങ്ങ് അടിക്കുക, സൈക്കിൾ ചെയിൻ കൊണ്ട്. അപ്പോൾ കണ്ണ് പൊട്ടിപ്പോയി, ഭയങ്കര വേദനയല്ലേ. അപ്പോൾ കണ്ണ് പൊത്തിക്കൊണ്ട് നേരെ ഈ ഭാഗത്തേക്കുള്ള ആ റോയിലേക്ക് അങ്ങ് പോവുക. അവിടെ നിന്നൊരു 10-15 ക്ലാസ് കൂടി കഴിഞ്ഞ് അങ്ങേ അറ്റത്തേക്ക് ഇങ്ങനെയുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങനെ അറ്റത്തേക്ക് വരുമ്പോൾ അവിടെ ഗണിതശാസ്ത്ര അധ്യാപകരുടെ ക്ലാസ്, അവരുടെ സ്റ്റാഫ് റൂം, അവിടെ പോയി ഇത് തടവി അവിടെ ഇരുന്നു. അപ്പോൾ കണ്ണിക്കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ പുറകെ കൂടെ SFIക്കാർ വന്നു, മറ്റൊരു ഓടിച്ചിട്ട് വന്നു. അവരെ ജനലിൽ കയറി പൈപ്പ് വഴി താഴെ പോയി. പക്ഷേ ഇവനെ പോകാൻ പറ്റില്ല. അപ്പോൾ ഈ അക്രമികൾ അവരെല്ലാം ഇവിടെ വന്നിട്ട് ഇവനെ ഒരുപാട് ബന്ധിച്ച് എന്നിട്ട് അവസാനം കാലിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടിക്കുകയാണ്. നമ്മൾ നെല്ല് കുത്തത്തല്ലേ, ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ബോധം പോയിട്ട് പോയി. ഇവിടെ ചവിട്ടി തൊഴിയൊക്കെ ചെയ്തു. അപ്പോൾ ഈ പറ്റിയ പരുക്കാർക്കും അറിയത്തില്ല ഇതിൻ്റെ ആഴം എന്താണെന്നുള്ളത്. വെറുതെ കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ S. ഡോ എന്ന കുറിപ്പ് ഓടി വന്നു. MLA അദ്ദേഹം മാവേലിക്കരയിൽ മരിച്ചുപോയി.
അദ്ദേഹം ഇവനെ എടുത്ത് കൊളതട ആശുപത്രി, സീരിയസ് ആണെന്നൊന്നും തോന്നുന്നില്ല, അവിടെ കൊണ്ടുപോയി. അവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടും ബോധം വരുന്നില്ല. എടുത്ത് മാവേലിക്കര താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി. അവിടെ നോക്കേണ്ട രക്ഷയില്ല, അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ടൈം ഏകദേശം കഴിഞ്ഞു, ഒരു 3-4 മണിക്കൂറാണ് പോയി. അത് ഡിസംബർ 2-ാം തീയതിയാണ്. 2-ാം തീയതി 11 മണിക്കാണ് ഈ ആക്രമണം നടക്കുന്നത്. അവിടെ പിന്നെ ശ്വാസം മാത്രം വിട്ട് ഓർമ്മയില്ല, ഡിസംബർ 7 വരെ കിടന്നു. അപ്പോൾ ഇവരെ പറഞ്ഞ് ഞാനൊക്കെ അവിടെ ചെന്നു. അപ്പം സംസാരിക്കുന്നില്ല, ശ്വാസം വലിച്ച് കിടക്കുകയാണ്. അപ്പോൾ AKGയുടെ ബന്ധുവായ ഒരു ഡോക്ടർ നമ്പ്യാരൻ, അത് സൂപ്രണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു, ഈ കോഴിമുട്ട നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ കുടിച്ചാൽ വെളിയിൽ കുറച്ച് ഇത് പൊടിഞ്ഞിരിക്കും, പക്ഷെ അകത്ത് കുഴപ്പമാണ്. അതുപോലെ ആയിപ്പോയി. ഒരു 4 മണിക്കൂർ മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ വഴി ഇനി രക്ഷയില്ല. അപ്പോൾ 7-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മരിച്ചു, ശ്വാസം. ഇതാണ് സംഭവം. അപ്പോൾ അയാൾ ഫുട്ബോൾ പ്ലെയറായിരുന്നു, ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു, കവിതയും കഥയൊക്കെ അഭിനയിക്കുമായിരുന്നു. എന്താ പറഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റായിരുന്ന ഒരു ജീനിയസ് ആയിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. SFIയോട് വലിയ ആവേശമായിരുന്നു അവൻ. പക്ഷേ ആരെ ആക്രമിക്കുക ഒന്നിനും പോയിട്ടുമില്ല. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. നമസ്കാരം. നമസ്കാരം.